യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ കാക്കണം സ്തുതി കേൾക്കണം പുനരന്തികെ എഴുന്നള്ളണം ആടണം കുഴലൂതുമാ വഴി ഗാനമോടിയുതിർത്തിടാൻ ഓതണം പല തത്വവാക്കുകളെന്നുമെൻ കരളഞ്ചുവാൻ അന്തരംഗ വസിക്കണേ ചിരം അറ്റകുറ്റമകറ്റുവാൻ അന്തരംഗ വസിക്കണേ ചിരം അറ്റകുറ്റമകറ്റുവാൻ. ഹരിഹി ഓം ഹരിഹി ഓം. ഇനിയാണ് എല്ലാവരും കൂടി ഈ കൊല്ലം ഇന്നേ ഞാൻ പറയുള്ളൂ, ഇനിയുള്ള ദിവസങ്ങളിൽ പറയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരവും ഒരു പക്ഷേ കിട്ടാൻ വിഷമായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ കൂടെ ഓംകാരം ഒരു കൂട്ട തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഉച്ചരിക്കുക. ആകാവുന്നിടത്തോളം നീട്ടി വലിച്ച്, പക്ഷേ തൊണ്ട നല്ലോണം തുറക്കണം, ഹൃദയവും നല്ലോണം തുറക്കണം. എല്ലാവരും കൈ കോർത്ത് മടിയിൽ വെച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് വിഷമിക്കാതെ കൂടെ ജപിക്കൂ. ഇതാ വലിയ ഒരു തപസ്സാണ്, നമുക്ക് ലോകത്തിന് ചെയ്യാൻ സാധിക്കുന്ന വലിയ ഒരു സമ്പാദ്യവും ഒരു മുതൽക്കൂട്ടുമാണത്. ഹരിഹി ഹരിഹി ഓ. ഒരുവിധം നന്നായി, പക്ഷെ മുഴുവനായി എന്ന് പറയാൻ പറ്റില്ല. ഒന്നും കൂടി ഉത്സാഹിക്കാൻ എല്ലാവരും പങ്കെടുക്കും. ഓ വളരെ നന്നായല്ലോ. വേണമെങ്കിൽ ചക്ക വേരുമ്പിലും കായ്ക്കും. ദാ മൂന്നാമത് ഓ. ഹരിഹി ഓം തത്സ. ജയ ഗുരു. 2 ദിവസമായി നാം സംസാരിച്ചതും മനസ്സിലാക്കാൻ നോക്കിയതും മനസ്സിലാക്കിയതും എന്താ? ഭഗവത്ഗീതയെ ആധാരമാക്കിയിട്ടുള്ള ഒരു തത്വപ്രവചനം അവതരണമാണ്. അതിൽ ഭഗവത്ഗീത ആദ്യന്തം നിർദ്ദേശിക്കുന്ന ത്യാഗം, ആ ത്യാഗത്താൽ ഉജ്ജ്വലമായിട്ടുള്ള കർമ്മോജ്വലത, ത്യാഗദീപ്തമായിരിക്കുന്ന കർമ്മോജ്വലത, അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. എന്ത് തന്നെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ് ഈ കാര്യത്തിൽ എന്തും നേടിയെടുക്കാനുള്ളത്. മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിച്ച് നിൽക്കുന്നതാണ് നാം എന്ത് തന്നെ പറഞ്ഞാലും അത് മുഴുവനും. നമ്മുടെ ദേഹം ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണത്തെ വിനിയോഗിക്കുന്നത് ഉള്ളിലുള്ള മനസ്സാണ്. മനസ്സിന് ദിശ നൽകുന്നതോ ബുദ്ധിയാണ്. ബുദ്ധിക്കാണ് അറിവ്, ജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിനാകട്ടെ വികാരങ്ങളും ഭാവങ്ങളുമാണ്. അപ്പം മനസ്സിൽ നിന്ന് നല്ല നല്ല ഭാവങ്ങളും നല്ല നല്ല വികാരങ്ങളും നിർഗളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ തരത്തിൽ ബുദ്ധിയുടെ ഹസ്തങ്ങളിൽ മനസ്സ് മെരുക്കപ്പെടണം, അതിനെ ഉദ്ദീപ്തമാക്കി തീർക്കണം. അതാണ് ഈ ബുദ്ധിയുടെ ദൗത്യം. നിങ്ങൾക്ക് എവിടെയൊക്കെ വിഷമമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, ആശയക്കുഴപ്പമുണ്ടോ, മോഹമുണ്ടോ, ദുർബലതയുണ്ടോ,
ഇത് മുഴുവനും തീരാനുള്ള വഴി ബുദ്ധി എന്ന് പറയുന്ന ഉപകരണം, ടൂൾ ഉപയോഗിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ വേണ്ടത്ര പ്രകാശം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് കൃഷ്ണൻ അർജുനനെ നോക്കി അർജുനനെ മുൻപിൽ വെച്ചുകൊണ്ട് ചെയ്തത്. 2.5 മണിക്കൂർ നേരത്തെ സംവാദം കൊണ്ട് ഒടിഞ്ഞു കുഴഞ്ഞ് തൂങ്ങി ഇരുന്നിരുന്ന അർജുനൻ എണീറ്റ് അമ്പും വില്ലും എടുത്ത് 18 ദിവസം അത്യുജ്വലനായി യുദ്ധം ചെയ്തു. ഇതാണ് തത്വജ്ഞാനം കൊണ്ടോ ബുദ്ധിക്ക് വേണ്ടത്ര വിഭവം കിട്ടിയാലോ സംഭവിക്കുന്ന നേട്ടം. ഇത് നല്ല പോലെ മനസ്സിലാക്കുക. ഇന്ന് നാം പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ഭക്തി സ്നേഹ പാരമ്യത എന്നാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ വിശേഷം അത് ആദ്യന്തം മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്നതാണെങ്കിലും ആ ബുദ്ധിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ജ്ഞാനദീപ്തി അതൊരു വശമുണ്ട്. മനസ്സിൻ്റെ ഭാവാത്മകതയ്ക്കും വികാരോജ്വലതയ്ക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് വളരാനുള്ള ഒരു വഴിയുമുണ്ട്. ആ വഴിയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭക്തിയുള്ളവർക്ക് ജ്ഞാനം വേണ്ട എന്നർത്ഥമില്ല. അതിൻ്റെ തുടക്കം ഭക്തിയാവാം. പക്ഷേ ഭക്തി മുന്നേറും തോറും ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ അവസാനത്തിൽ കൃഷ്ണൻ പറയുകയാണ്, ഭക്ത്യാമാം അഭിജാനാതി. ഭക്തി കൊണ്ട് എന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നു. എന്താ ഈ വേണ്ടതുപോലെ മനസ്സിലാക്കൽ? യാവാൻ യശ്ചാസ്മി തത്വതഃ. ഞാൻ എങ്ങനത്തവനാണ്? ആരെയാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്? അതൊരു വ്യക്തിയാണോ, ഒരു സംഘാതമാണോ, അതോ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു തത്വമോ ഒരു പ്രഭാവമോ ഒരു സാന്നിധ്യമോ? എന്താണത്? യശ്ചാസ്മി. എന്നെ പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ആക്കവും തൂക്കവും കഴിവും പ്രഭാവവും ഒക്കെ എത്രയുണ്ട് എന്ന് ഭക്തി ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. ആ മനസ്സിലായതിനു ശേഷമോ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. എന്നെ താത്വികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു മനുഷ്യ മനസ്സിനും ബുദ്ധിക്കും. അങ്ങനെ മനസ്സിലാക്കിയത് മൂലം എന്നിൽ പ്രവേശം വരണമെന്ന്. അപ്പം ഭഗവാനിൽ നമ്മൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ കൊടയും വടിയും പല്ലക്കുമായി പോയി വൈകുണ്ഠത്തിൽ ചെല്ലുക എന്നല്ലാന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കേട്ടു എല്ലാവരും? കൊടിയും വടയുമായി പല്ലക്കിൽ ചെന്ന് വൈകുണ്ഠത്തിൻ്റെ ഗേറ്റ് തുറന്ന് അവിടെ സമ്മതം മേടിച്ച് അകത്തേക്ക് കിടന്നു എന്നുള്ള പ്രവേശമല്ല. തതോമാം തത്വതോ ജ്ഞാത്വാ. താത്വികമായി ബുദ്ധിയിൽ ആശയ തെളിച്ചം വഴി ഈശ്വരൻ എന്ന് പറയുന്നത് സർവവ്യാപകമായിരിക്കുന്ന സത്താവിശേഷമാണ്. ആ സത്താവിശേഷത്തിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവനും നിൽക്കുന്നത്. നാം അധിവസിക്കുന്ന ഭൂമി, നമ്മുടെ ശരീരം എല്ലാം തന്നെ ഈശ്വരൻ്റെ ഉള്ളിൽപ്പെട്ടതാണ് എന്നുള്ള താത്വിക ബോധത്തിലൂടെ നാം ഇരിക്കുന്നത് ഈശ്വരനിൽ തന്നെയാണ് എന്നുള്ള അനുഭവ സാക്ഷാത്കാരം, ബോധ്യം നമുക്കുണ്ടാവും. അങ്ങനെയാണ് ഈ ഈശ്വര പ്രവേശം. ജ്ഞാനത്തിലൂടെയാണ് പ്രവേശം. അല്ലാതെ ഒരു വാഹനത്തിൽ ചെന്നോ പ്ലെയിനിൽ ചെന്നോ പുഷ്പക വിമാനത്തിൽ കയറിയിട്ടോ ഒന്നും പോണ പോക്കല്ല. മനസ്സിൽ നമുക്ക് അങ്കുരിക്കുന്ന ബോധമാണ്, അറിവാണ്, അനുഭവമാണ്, ഉണർവാണ് അത്. അപ്പം ഈ ഭക്തി എവിടെയുണ്ടോ അവിടെയൊക്കെ ഭക്തിയുടെ കൂടപ്പിറപ്പായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവും. ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യം മുതൽക്ക് പറയുന്നത് എന്താ? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന് പറയുന്ന 3 ഘടകങ്ങൾ അല്ലെങ്കിൽ 3 സമ്പത്തുകൾ തുടർച്ചയായിട്ട് പ്രദാനം ചെയ്യുന്നു, ഉളവാക്കുന്നു, ഉത്പാദിപ്പിക്കുന്നു, സൃഷ്ടിക്കുന്നു, രചിക്കുന്നു. ധാരാളം അങ്ങനെ ഇളക്കി മറിച്ച് ഉണ്ടാകുന്നതാണ് ഈശ്വര കഥകളും തത്വകഥനവും എല്ലാം തന്നെ. അതിൽ 2-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന 18,000 ശ്ലോകമുള്ള ഈ ശാസ്ത്രമുണ്ടല്ലോ, ഇത് നല്ലപോലെ കാതും കരളും കൊടുത്ത് കേൾക്കുന്നവരാരുണ്ടോ, ആ കേൾക്കുന്നതിൽ ഭക്തിയും ശ്രദ്ധയും ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവർക്ക് സംഭവിക്കുന്നത് എന്താ? ഈശ്വരൻ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഈശ്വരൻ എന്ത് സംഭവിക്കണു? സദ്യഃ, പെട്ടെന്ന്, ഹൃദ്യവരുദ്ധ്യതേ, ഹൃദയത്തിൽ അവരോധിക്കപ്പെടുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ബോധ്യമില്ല എനിക്ക്. ഈശ്വരനെ ഹൃദയത്തിൽ അവരോധിക്കണു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈശ്വരൻ ഏത് വിഗ്രഹത്തിനെയാണോ ക്ഷേത്രാങ്കണത്തിൽ ചെന്ന് തൊഴുന്നത്, ഏത് പടത്തിൻ്റെ മുൻപിലാണോ കുമ്പിടുന്നത്, ഏത് സാളിഗ്രാമത്തിലോ ശിവലിംഗത്തിലോ ആണോ അഭിഷേകം ചെയ്യുന്നത്, അത് പ്രതിനിധാനം ചെയ്യുന്ന സത്താവിശേഷം
അത് പ്രതിനിധാനം ചെയ്യുന്ന ആ ചിത് സ്വരൂപം, ചിത് ശക്തി, ചിത് പ്രഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അവരോധിക്കപ്പെടും. സദ്യോ ഹൃദയ അവരൂധ്യതേത്ര കൃതിഭിः. കുറച്ച് അതിനുള്ള പുണ്യവും പാവനത്വവും നിങ്ങൾക്ക് വേണം. ശുശ്രൂഷുഭിः. ഈ ശ്രീമദ് ഭാഗവതം പലതരത്തിലുള്ള കഥകളും ഉപകഥകളും ഈശ്വരഗാഥകളും തത്വകഥനങ്ങളും സംവാദങ്ങളും അവതരണങ്ങളും ചർച്ചകളും എല്ലാം കൂടി നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് വേണ്ടത്ര ശുദ്ധി ഉണ്ടാക്കി ബുദ്ധിക്ക് ആശയത്തെളിച്ചം നൽകി അവസാനം ഈശ്വരനെ പിടിച്ച് ഉള്ളിൽ അവരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇത് ഭാഗവതത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. അത് സാധിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിഷമം പിടിച്ചതാണെന്ന് പറഞ്ഞാൽ ഭൂമാനന്ദ സ്വാമിജി സമ്മതിക്കില്ല. ഈ ലോകത്തിലെ എല്ലാറ്റിനും റേഷനാ. ഇപ്പോൾ വിദ്യുത് ശക്തിക്കും ഇവിടെ റേഷനാ. 5 ഉറുപ്പികയുടെ സ്ഥാനത്ത് 15 ഉറുപ്പിക അവർ ചാർജ് ചെയ്യാൻ പോണത്. എന്താ കാരണം? അവർക്കിഷ്ടം വിദ്യുത് ശക്തി കിട്ടാനില്ല. അതുപോലെ ഒരിക്കലും റേഷൻ ഇല്ല. ആർക്ക്? എന്താ മിണ്ടാത്ത? ഈശ്വരന് മാത്രം റേഷൻ ഇല്ല. എല്ലാ ദിക്കിലും ഒരുപോലെ സുലഭമായിട്ടുള്ളതാ. ലോകം മുഴുവൻ വരണ്ടു പോയാലും ഈശ്വരന് വരൾച്ച ബാധിക്കില്ല. ലോകം മുഴുവനും വെള്ളപ്പൊക്കം വന്ന് മൂടിപ്പോയാലും ഈശ്വരന് വെള്ളപ്പൊക്കം വരില്ല. അദ്ദേഹം എപ്പോഴും ഉണ്ട്. വളരെ സുലഭമാണ് കിട്ടാൻ. എല്ലായിടത്തുമുണ്ട്, ഒരുപോലെയുണ്ട്, സർവ്വസമയത്തും വിരാജമാനനാണ്. അങ്ങനെയുള്ള ഈശ്വരനെ കിട്ടാൻ ഒരു വിഷമവും ഇല്ല, നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ. ശ്രീമദ് ഭാഗവതം ആദ്യമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ശൃംഗി എന്ന് പറഞ്ഞൊരു മഹർഷിപുത്രനെയാണ്. ആരാണ് ഈ ശൃംഗി? ശമീക മഹർഷിയുടെ പുത്രൻ. പരീക്ഷിത്ത് പാണ്ഡവകുലത്തിൽ ജനിച്ചവനാണ്. ജന്മനാ വളരെ പ്രഭാവമുണ്ട്. വാസ്തവത്തിൽ പരീക്ഷിത്ത് എന്ന് പേര് വരാൻ തന്നെ കാരണം അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് കൊല്ലാൻ നോക്കിയപ്പോൾ മഹാവിഷ്ണു സുദർശന ചക്രവുമായി അവിടെ വന്ന് സംരക്ഷിച്ചു ഗർഭത്തിൽ നിന്നാണ് പുരാണം പറയുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു അത്രേ ഭഗവാനെ. ജനിച്ച സമയത്തോ ആ മോഹം വന്നതിന് ശേഷം ഭഗവത് കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ എവിടെ? ഞാൻ ഗർഭാശയത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഭഗവാൻ മഹാവിഷ്ണു എവിടെയാ എന്നിങ്ങനെ പരീക്ഷണം എല്ലാ സമയത്തും നോക്കിക്കൊണ്ടിരുന്നു അത്രേ. അതാണ് പരീക്ഷിത്ത് എന്ന് പേര്. അത്ര വിശേഷപ്പെട്ട ഒരു ജന്മം, ഒരു മഹാത്മാവാണ്. അനവധി അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ടുള്ള മഹാത്മാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള പരീക്ഷിത്ത് രാജോചിതമായി നായാടാൻ ഒരു തവണ കാട്ടിലേക്ക് ചെന്നു. നായാടി ക്ഷീണിച്ചു. പൊരിഞ്ഞ ദാഹം. അത് തീർക്കാൻ എവിടെയാ? വെള്ളം കിട്ടില്ല. എന്തോ ഒരു കുടീരമുണ്ട്, അവിടെ ചെന്നാൽ നമുക്ക് കുറച്ച് വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് പോയി. അത് ശമീക മഹർഷിയുടെ കുടീര. അവിടെ ചെന്നപ്പോൾ മഹർഷി എന്ത് ചെയ്യണു? കണ്ണടച്ച് ഇങ്ങനെ ധ്യാനത്തിൽ. ഇതിപ്പോൾ എന്താ വലിയ തെറ്റാണോ ചെയ്യണത്? മഹർഷി ഒരു കുടീരത്തിൽ എന്താ ചെയ്യുക? കച്ചവടം നടത്തുമോ? അതോ മൊബൈലിൽ സംസാരിക്കുമോ? ഒരു കുടീരത്തിൽ എന്താ നടക്കുക? കണ്ണടച്ച് ധ്യാനിക്കുക. അതിനാണ് കുടീരം. നിവൃത്തിയില്ലാത്ത സമയത്ത് കണ്ണു തുറക്കും, ലോകവ്യവഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ ശമീക മഹർഷി കണ്ണടച്ച് ഉള്ളിൽ അങ്ങനെ പൂഴ്ന്ന് അമർന്നിരിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് ജഠരാഗ്നി ഉണ്ടാക്കി തീർത്ത ദാഹം. ആ ദാഹം പൊരിഞ്ഞ ദാഹത്തിൽ എന്തു ചെയ്തു? ചെന്നുടനെ രാജാവ് എവിടെ ചെന്നാലും എണീറ്റ് എല്ലാവരും സത്കരിക്കും. ശമീക മഹർഷിക്ക് അത് സാധിച്ചില്ല. കണ്ണടച്ച് ഇരിക്കുകയായിരുന്നു, വന്നത് കണ്ടില്ല. അപ്പോൾ ഞാൻ വന്നൂല്ലോ, മഹാരാജാവാണല്ലോ, എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം തന്നില്ലല്ലോ, ഞാൻ ദാഹിച്ചു പൊരിയ. ഈ മഹർഷിമാരുടെ തപസ്സൊക്കെ നിർവിഘ്നം നടക്കുന്നത് ഞങ്ങളുടെ ഹസ്തബലം കൊണ്ടാണ്, ഞങ്ങളുടെ ജാഗരൂകത കൊണ്ടാണ്. കണ്ണു മിഴിച്ച് ഞങ്ങൾ സമാധാനം പരിപാലിക്കുകയാണ്. അതിനുള്ളൊരു കൃതജ്ഞത പോലും, ഒരു നന്ദി പോലും ഇദ്ദേഹത്തിനില്ലാതെ കണ്ണടച്ചിരിക്കണു. ഇത് ശരിയാണോ വാസ്തവത്തിൽ? ഇത് വാസ്തവത്തിലുള്ള ധ്യാനമോ അതോ കാട്ടിക്കൂട്ടലോ എന്ന് ആ വയറ് ജനിപ്പിച്ച ദാഹം മനസ്സിൻ്റെ വിവേകത്തിനെ അപഹരിച്ചു. കേൾക്കുന്നുണ്ടോ? ഞാൻ കഥ പറയുന്നുവോ കാര്യം പറയുന്നുവോ? നിങ്ങൾക്ക് എല്ലാവർക്കും ആ പരീക്ഷത്തിൻ്റേതുപോലെ ഒരു മനസ്സുണ്ട്. ആ മനസ്സിങ്ങനെ വഞ്ചിക്കപ്പെടാം, അപഹരിക്കപ്പെടാം. നമുക്ക് ദേഹത്തിന് വിശപ്പ് വരാം, ക്ഷീണം വരാം, എന്ത് തന്നെ വന്നാലും അത് മനസ്സിനെ ക്രമം വിട്ട് ആക്രമിക്കരുത്, കീഴടക്കരുത്. ശരീരം മനസ്സിന് വേണ്ടിയിട്ടാണ്. മനസ്സിന് വേണ്ടിയിട്ടാണ് ശരീരം. ശരീരത്തിന് വേണ്ടിയിട്ടല്ല മനസ്സ്. ശരീരം ഉപജീവിക്കണം മനസ്സിനെ. മനസ്സ് ശരീരത്തെ ഉപജീവിക്കരുത്. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. പെട്ടെന്ന് കോപം വന്നു, ക്ഷണം കൊണ്ട് കഴിഞ്ഞു. കോപം താപം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് വരുമല്ലോ. ദേഷ്യപ്പെട്ട് പുറത്ത് ചെന്നപ്പോൾ പ്രകൃതി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു ചെത്ത പാമ്പിനെ.
കേട്ടോ നിങ്ങൾ? പ്രകൃതി ഒരുക്കി വച്ചിരിക്കുക. നനഞ്ഞ ഇടം കുഴിക്കുക, കത്തുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ മാതിരി ഒരു ചെത്ത പാമ്പ് അവിടെ റെഡിയായിട്ട് കിടക്കണു നീളത്തിൽ. വില്ലിൻ്റെ തുമ്പ് കൊണ്ട് അത് കോർത്തെടുത്ത് കൊണ്ടുവന്ന് മഹർഷിയുടെ കഴുത്തിൽ അങ്ങോട്ട് ഇട്ടു, കോപത്തിൻ്റെ പേരിൽ. എന്താ കാരണം? തനിക്ക് ദാഹിച്ചു എന്നുള്ളതാ. ഈ ചെയ്ത പ്രവൃത്തിയിൽ മഹർഷിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അദ്ദേഹം. പിന്നെ രണ്ടാമത് തിരിഞ്ഞു നോക്കിയൊന്നുമില്ല. അദ്ദേഹം പോയി അങ്ങനെ രാജധാനിയിലും സിംഹാസനത്തിലൊക്കെ ആയി. ഈ വർത്തമാനം പെട്ടെന്ന് മഹർഷിയുടെ പുത്രൻ ശൃംഗിയെ ആരോ ചെന്ന് അറിയിച്ചു. ആ ശൃംഗി ഒന്നും ആലോചിച്ചില്ല, കീഴ്മേല് ചിന്തിക്കാതെ ഇങ്ങനെ ഒരു നിഷ്ഠുരമായ പ്രവൃത്തി ചെയ്യുക മഹാരാജാക്കന്മാരെ ചെയ്യുള്ളൂ. ആ രാജാക്കന്മാരുടെ, ക്ഷത്രിയന്മാരുടെ ഹസ്തത്തിന് നല്ല ബലമുണ്ടെന്നാണ് അവരുടെ ധാരണ. അവരുടെ ഹസ്തബലമോ മേറെ, തപോധാമന്മാരായിരിക്കുന്ന ഞങ്ങളുടെ മനോബലമോ മേറെ. അവരുടെ മെയ് ബലമാണോ മേലെ, അതോ ഞങ്ങളുടെ തപോബലമോ മേലെ എന്ന് ഞാൻ അറിയിച്ചു കളയാം. ആര് തന്നെ ആയാലും എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചെത്ത പാമ്പിനെ കൊണ്ടിട്ട കരങ്ങൾ, ആ കരങ്ങളുള്ള ദേഹം 7-ാം ദിവസം ജീവിച്ചിരിക്കുന്ന സർപ്പം വന്ന് കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യിൽ വെള്ളമെടുത്ത് മന്ത്രം ജപിച്ച് ഒഴിച്ചു അങ്ങോട്ട്. ഇതാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ശാപം. ക്ഷണം കൊണ്ട് കഴിഞ്ഞു രണ്ടും. പരീക്ഷത്തിൻ്റെ കോപവും താപവും, അതേമാതിരി ഒരു പ്രതികോപവും ഒരു പ്രതിതാപവും ഈ കുട്ടിയുടെ ഉള്ളിലും. പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ പാമ്പിനെ കൊണ്ടിടാൻ മാത്രമുള്ള കോപതാപം അങ്ങനെ കത്തിജ്വലിക്കാമെങ്കിൽ ചെറിയ കുട്ടിയുടെ ഇളം മനസ്സിൽ എത്രമാത്രം ഉണ്ടായിക്കൂടാ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കുട്ടിയാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ആ പരീക്ഷിത്ത് അവിടുന്ന് ചെന്നു പ്രായോപവേശമായി. അത് ഞാനിപ്പോൾ പറയുന്നില്ല. മഹാരാജാവാണ് അദ്ദേഹം. ആനയ്ക്ക് മടി തെറ്റും എന്ന് പറഞ്ഞ മാതിരി ഒരു തെറ്റ് പറ്റിപ്പോയി. അത് അദ്ദേഹം മനസ്സിലാക്കി ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അപ്പോഴേക്കും കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു രണ്ട് കാര്യവും. പരീക്ഷത്തിൻ്റെ കടുങ്കയും അതേമാതിരി മഹർഷിപുത്രൻ്റെ കൊടും ശാപവും രണ്ടും കാട്ടുതീ പോലെ പടർന്നെത്തിയപ്പോൾ അദ്ദേഹം കുമ്പിട്ടു. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. 7-ാം ദിവസം മരിക്കാൻ പോവുകയാണല്ലോ, ആ മരണത്തിന് ഞാൻ നേരിടാം. ഇന്ന് മുതൽക്ക് ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ശ്വസിക്കുന്ന വായു മാത്രമേ എനിക്കുണ്ടാവൂ. പ്രായോപവേശം. ലോകം കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പരീക്ഷിത ഓൾമോസ്റ്റ് ഇതം പ്രഥമമായി പ്രായോപവേശം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരും കേട്ടവരെല്ലാവരും അവിടെ ഓടിയെത്തി പരീക്ഷത്തിനെ അഭിനന്ദിച്ചു. പ്രായോപവേശത്തിന് അദ്ദേഹം ചെയ്ത പാപമുണ്ടല്ലോ അത് അസ്തമിച്ചു എന്ന് പറഞ്ഞ മാതിരി പോയി, മാഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ പ്രായോപവേശമാണ് പ്രശോഭിച്ചത്. ഭക്തജനങ്ങളെ, നിങ്ങൾ നല്ല പോലെ ആലോചിച്ചോളൂ. നമുക്ക് എല്ലാവർക്കും പാപവൃത്തി സംഭവിക്കാം. പാപക്ഷണങ്ങളോ നിമിഷങ്ങളോ നമുക്കുണ്ടാകാം. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ പെട്ടതാണ്, സമ്മതിച്ചു. പക്ഷേ സർവ്വ പാപത്തിനും പ്രായശ്ചിത്തമുണ്ട്. പാപത്തിന് 10 കിലോ തൂക്കമുണ്ടെങ്കിൽ 12 കിലോ തൂക്കം വരുന്ന പുണ്യകർമ്മവും പ്രായശ്ചിത്തവും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പരീക്ഷിത്ത് ചെയ്ത പാപം മറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ പ്രായോപവേശം മിന്നിത്തിളങ്ങി. എല്ലാവരും കേട്ടറിഞ്ഞു വന്നു അഭിനന്ദിക്കാൻ. ബലേ ഭേഷ്, ബലേ ഭേഷ്. എല്ലാവരും അഭിനന്ദിച്ചു. ആ അഭിനന്ദന വാക്കുകൾ കേട്ട് പരീക്ഷിത്ത് പറഞ്ഞതെന്താ? നിങ്ങളുടെ അഭിനന്ദനം ഞാൻ സ്വീകരിക്കുന്നു, തല കുനിച്ചുകൊണ്ട്. പക്ഷെ ഈ അഭിനന്ദനം സാർത്ഥകമാകണം എന്നുണ്ടെങ്കിൽ എനിക്ക് തക്ഷകൻ വന്ന് കടിക്കുന്ന 7-ാം ദിവസം വരെ നിങ്ങൾ എൻ്റെ ചെവിയെ തോരാതെ കേൾപ്പിക്കണം ഈശ്വരഗാഥകളും തത്വകഥനങ്ങളും. ഇത് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിനന്ദനം പൊള്ളയാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ശമീക മഹർഷിയുടെ കുടീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്നപ്പോൾ ഒരു ചെത്ത പാമ്പിനെ ഒരുക്കി വെച്ച അതേ പ്രകൃതി കേൾക്കണുണ്ടോ നിങ്ങൾ? അതേ പ്രകൃതി ഇവിടെ ഇതാ 16 വയസ്സ് പ്രായമുള്ള ഒരു അവധൂത സുന്ദരനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു പരീക്ഷത്തിൻ്റെ മുൻപിൽ. 16 വയസ്സുള്ള അവധൂത സുന്ദരൻ. ശരീരത്തിൽ ഒരു ഉടുതുണിയില്ല, ചരട് പോലുമില്ല ശരീരത്തിൽ. കുറെ സ്ത്രീകൾ പിന്നാലെ കൂടി അപൂർവമായ ഒരു മഹിമയാണതെന്ന് വിചാരിച്ച് കുറെ കുട്ടികൾ നേരം പോക്കിനും കൂടി എല്ലാം കൂടി പരീക്ഷത്ത് എഴുന്നള്ളിച്ച് വന്നപ്പോൾ ശുഗമഹർഷി വന്നപ്പോൾ പരീക്ഷത്ത് പെട്ടെന്ന് മനസ്സിലാക്കി. രാജബുദ്ധിയോടുകൂടി അദ്ദേഹം എണീറ്റ് ഒരു ദണ്ഡ നമസ്കാരം ചെയ്തു. അപ്പോഴാണ് വന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മനസ്സിലായത് ഇത് നേരം പോക്കിനോ വെറും അതിശയത്തിനോ ഉള്ള ഒരു കാഴ്ചയല്ല.
ഈ വന്നിട്ടുള്ള യുവാവ് ഉപായപ്പെട്ടവനല്ല, മഹാരാജാവിനെ തത്വകഥനം കേൾപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒഴിഞ്ഞുപോയി. ശുഗൻ ആ ദൗത്യം ഏറ്റെടുത്ത് അന്നു മുതൽക്കാണ് തുടങ്ങിയത് ഭാഗവത കഥനം, ശ്രീമദ് ഭാഗവത കഥനം. ആ ശൃംഗിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ കഥ കേട്ടിട്ട്? ചെറിയ ഒരു കുട്ടി, അവൻ ശപിച്ചു കഴിഞ്ഞ് ഓടി വന്നു കുടീരത്തിലേക്ക്. അതിനിടയിൽ അച്ഛൻ എണീറ്റ് കഴിഞ്ഞു. നോക്കിയപ്പോൾ ചെത്ത പാമ്പ് കഴുത്തിലുണ്ട് ഒരു ഭാരം. അവൾ അങ്ങനെ എടുത്തങ്ങോട്ട് മാറ്റി. അതോടുകൂടി ആ കേസ് അങ്ങോട്ട് കഴിഞ്ഞു. ഒരു വിഷമവും ഇല്ല, പിന്നെ പുനശ്ചിന്തനവും ഇല്ല അവിടെ. അപ്പോഴാണ് ഓടിക്കതച്ച് മകൻ വരണേ. മോനെ, എന്താ നീ കഥയ്ക്കണേ? അച്ഛാ അച്ഛാ, ഞാൻ ശപിച്ചു. ആ ശപിച്ചു എന്നുള്ള വാക്ക് കേട്ടപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്യും എന്ന് വേദവ്യാസ മഹർഷി ഭാഗവതത്തിലൂടെ, ശൃംഗിയിലൂടെ, ശമീക മഹർഷിയിലൂടെ, ഇതാ ഭൂമാനന്ദ സ്വാമിജിയിലൂടെ ചോദിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും ആ കുട്ടിയുടെ മുൻപിൽ നിന്ന്? അഹോബതാം ഹോ മഹദജ്ഞതേ കൃതം അൽപീയസിദ്രോഹ ഗുരുർദമോ ധൃത. എൻ്റെ പൊന്നുമോനെ, നീ എന്താ ചെയ്തത്? അഹോ അഹോ, സഹിക്കുവയ്യല്ലോ. ബദാം ഹോ മഹദജ്ഞതേ കൃതം, നീ അവിവേകിയെ പോലെ, അജ്ഞനെ പോലെ, അല്പജ്ഞനെ പോലെ പെരുമാറിയല്ലോ. ചെറിയൊരു തെറ്റ്. ജീവിച്ചിരിക്കുന്ന പാമ്പിനെ അല്ല കൊണ്ട് കഴുത്തിലിട്ടത്, ചെത്തതിനെ. അത് എന്തെങ്കിലും ചെയ്യോ നമ്മളെ? ഞാനത് എടുത്തു മാറ്റിയപ്പോൾ കഴിഞ്ഞു അതിൻ്റെ കാര്യം. അങ്ങനെ മറന്നു പോകാനുള്ള ഒരു കാര്യത്തിൽ നിന്റെ മനസ്സ് ഇത്രയൊക്കെ പ്രക്ഷുബ്ധമായി. ആ മഹാരാജാവിന്, അതിമഹാത്മാവായിരിക്കുന്ന ഒരു മഹാരാജാവാണ്, 100 കണക്കിന് അശ്വമേധയാഗം നടത്തിയിട്ടുണ്ട്. പ്രജാപാലനത്തിൽ വളരെ തത്പരനാണ്. എല്ലാം കൊണ്ടും പ്രസിദ്ധനും ആരാധ്യനുമായിരിക്കുന്ന മഹാരാജാവിനെ 7-ാം ദിവസം പാമ്പ് കടിച്ച് മരിക്കണം എന്ന് പറഞ്ഞ് നീ ശപിച്ചുല്ലോ എൻ്റെ പൊന്നുമോനെ. ഇതൊരിക്കലും ശരിയായില്ല. ചെറിയ ഒരു തെറ്റ്, കടുകുമണിയോളം ഉള്ള ഒരു തെറ്റിന് കടാഹം പോലെയുള്ള ഒരു ശാപം നീ നൽകിയില്ലേ? ശരിയായില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കുട്ടികൾക്കുള്ള ബാലപാഠങ്ങൾ അച്ഛനമ്മമാരുടെ മുഖത്തിൽ നിന്ന് എത്രയും കൊച്ചിൽ ആരംഭിക്കാം. അറിയില്ലെങ്കിൽ പഠിക്കൂ. 2 വയസ്സായ കുട്ടിക്കും സത്പാഠങ്ങൾ നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. 4 വയസ്സായ കുട്ടിയോടും ആ കുട്ടിയുടെ ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം. ലോകത്തിലുള്ള വലിയ ഒരു ബുദ്ധിമാൻ പറഞ്ഞു അത്രേ, ആദ്യത്തെ 4 ക്ലാസ്സിൽ പഠിച്ചത് മാത്രമേ ഞാൻ ഈ ലോകത്തിൽ അതിന് ശേഷം പഠിച്ചിട്ടുള്ളൂ എന്ന്. സർവ്വ പഠിപ്പും നടക്കുന്നത് ഗർഭകോശത്തിലും പിറന്നു കഴിഞ്ഞ് 4 വയസ്സിൻ്റെ ഉള്ളിലുമാണ്. എത്രത്തോളം നിങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കാൻ സാധിക്കുമോ അത്രത്തോളമാണ് ഈ ജനിക്കുന്ന കുട്ടികൾ ഉൾക്കൊള്ളുക. ആ ബാലപാഠം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രായസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ നവ്യഥന്തി നഹൃഷ്യന്തി യഥാ ആത്മാ അഗുണാശ്രയഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കം എവിടുന്ന? ആ അച്ഛൻ മകനോട് പറയുകയാണ്. അപ്പൊ ശൃംഗിക്ക് പറ്റിയ തെറ്റാണ് ഇവിടെ തറപ്പിച്ച് പറയണത്. ശൃംഗി ചെയ്തത് അപരാധമാണ്, അനർഹമായ പ്രവൃത്തിയാണ്, ആലോചനാ ബുദ്ധിയുടെ കുറവാണ്. അങ്ങനെയുള്ള കുറവുകൾ നമുക്ക് വരരുത്. നമ്മുടെ ശരീരത്തിൽ നാം പേര് നടക്കുന്ന മനസ്സ് പല വിധത്തിലുള്ള കൊള്ളയും കളവും ചെയ്യാൻ പ്രാപ്തമാണ്, പര്യാപ്തമാണ്. ജാഗരൂകമായിരിക്കണം. അതിന് സദ്ബുദ്ധി കാലേ മുതൽ കൂട്ടണം. ചെറിയ കാലം മുതൽക്ക് തന്നെ ഗർഭാധാന വേളയിൽ തുടങ്ങണം. ഗർഭകോശത്തിൽ നടക്കണം. പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവാനന്തരം വളർത്തുമ്പോൾ നടക്കണം. ആ കുട്ടിയെ നോക്കുമ്പോൾ നല്ല ബുദ്ധിയോടുകൂടി നോക്കൂ, നല്ല ദൃഷ്ടിയോടുകൂടി നോക്കൂ, നല്ല വിചാരത്തോടു കൂടി അതിനെ കെട്ടിപ്പിടിക്കൂ, മടിയിൽ വയ്ക്കൂ, ചുംബനം ചെയ്യൂ. നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രസരണം, ഒരു പകർച്ച, ഒരു പകർന്നു കൊടുക്കൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ആ കുട്ടിക്ക് ദേഹം ഇങ്ങനെ പൂളക്കായ പോലെ ആവാൻ എന്തൊക്കെ കിട്ടുമോ പൗഡറും പൊടിയും അതൊക്കെ കലക്കി കൊടുക്കും. ദേഹം നന്നാവും ചെയ്യും. മനസ്സ് നന്നാവാൻ നിങ്ങൾ എന്ത് ചെയ്യണു എന്നാണ് ചോദ്യം. ബുദ്ധി നന്നാവാൻ നിങ്ങൾ എന്ത് ചെയ്യണു? നിങ്ങൾ നല്ല പോലെ ആലോചിക്കുന്നുണ്ടോ? നല്ല ഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടോ? നല്ല ഉദ്ദേശങ്ങളുണ്ടോ? നല്ല ലക്ഷ്യങ്ങളുണ്ടോ? നല്ല പ്രതീക്ഷകളുണ്ടോ? ഈ കുട്ടി വളരുന്നത് അച്ഛനമ്മമാരുടെ മനസ്തൊട്ടിലാണ്. ശരീരമാണ് വളരുന്നത് പുറമേയുള്ള തൊട്ടിൽ. നിങ്ങളുടെ മനസ്സ്, കുട്ടിയുടെ മനസ്സും ബുദ്ധിയും വളരാനുള്ള ഒരു തൊട്ടിലാവട്ടെ. അതിലിട്ട് ആട്ടു ആ കുട്ടിയെ. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മരുമക്കളെ വളർത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടികളെ, അവരെ കുളിപ്പിക്കാനും പൊട്ടു തൊടിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക്. മൂക്കൊന്നും ഒലിക്കണത് ഇഷ്ടമല്ല.
അപ്പൊ ആ കുട്ടി എങ്ങാനും കരഞ്ഞു എന്നുണ്ടെങ്കിൽ തൊട്ടിലിട്ട് കൊണ്ട് ആട്ടും. ആ തൊട്ടിൽ ആട്ടുമ്പോ ഞാൻ എന്നും ഉപയോഗിക്കാറുള്ളത് എന്താ? കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ചലൻ മകര കുണ്ടലം ഹാരജാലവന മാലികാലളിത മംഗരാഗഘന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ജദം ശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. എന്തിനു പറയുന്നു? 5 or 6 ശ്ലോകം രാസക്രീഡ നാരായണീയത്തിലുള്ളതാണത്. ഒരു 5-6 ശ്ലോകം ചെല്ലുമ്പോഴേക്ക് ഉറങ്ങാത്ത കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ കരച്ചിലൊന്നും ഒരു പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിൽ കരഞ്ഞോട്ടെ. എൻ്റെ 5-6 ശ്ലോകം നാരായണീയത്തിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് കരയും. നിങ്ങളുടെ കയ്യിൽ എന്ത് ചരക്കുണ്ട്? അങ്ങാടിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന വികൃതമായിട്ടുള്ള ചില രൂപങ്ങളിടാം, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതേ നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല പ്രസരണമാക്കിക്കൂടാ? അവിടെ നിങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ കുട്ടികളിലേക്ക് പ്രസരിക്കട്ടെ. അപ്പം നല്ല കാര്യങ്ങൾ പ്രസരിക്കണം, അതാണ് നമുക്ക് ആവശ്യം. ആ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഹ. അന്യജനങ്ങൾ നമ്മളെ ദ്വന്ദ്വരൂപത്തിൽ പലതരത്തിലും വിഷമിപ്പിക്കാം. ചിലർ നല്ലത് പറയും, ചിലർ പൊട്ട പറയും, ചിലർ പീഡിപ്പിക്കും, ചിലർ പലതരത്തിലും. നമ്മൾ ഈ ഡൽഹിയിൽ നടന്നതുണ്ടല്ലോ, അതൊക്കെ അതിൽപ്പെട്ടതാണ്. ന വ്യഥന്തി ന ഹൃഷ്യന്തി. ആ സമയത്ത് ഒരിക്കലും നല്ല മനുഷ്യരുടെ മനസ്സ് വേദനപ്പെടരുത്. ആരോ അനർഹമായി നിങ്ങളിൽ ഒരു കടന്നുകയറ്റം ചെയ്താൽ അതിന് നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മറുപടി പറയും. ഞാൻ വഴി കൂടി പോകുമ്പോൾ ഒരാൾ എന്നെ കുതിര കയറിയുന്നുണ്ടെങ്കിൽ തെറ്റ് എൻ്റെ കയ്യിലോ ആ ആളുടെ കയ്യിലോ? എന്താ അവര് മിണ്ടാത്തെ? ആ തെറ്റിന് നിങ്ങൾക്കെന്താ അപരാധം? നിങ്ങൾ എന്തിന് കരയണു? ഈശ്വര ശിശുവാണ് നിങ്ങൾ. ലോകത്തിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. നാം ആരും ആവശ്യപ്പെട്ട് ജനിച്ചതല്ല. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ജനിച്ചത്? പ്രപഞ്ചത്തിൽ പല വ്യവസ്ഥകളുമുണ്ട്. ആ വ്യവസ്ഥകളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ജന്മം. ആ വ്യവസ്ഥകൾ വേണം ഇതിന് മറുപടി പറയാൻ. അപ്പൊ ആരെന്ത് ചെയ്താലും ശ്രീമദ് ഭാഗവതം അനുശാസിക്കുന്ന വീക്ഷണം ന വ്യഥന്തി ന ഹൃഷ്യന്തി. ക്രമത്തിലധികം സന്തോഷിക്കും വേണ്ട, വേദനിക്കും വേണ്ട, മനസ്സ് പ്രക്ഷുബ്ധമാകണ്ട. യഥാത്മാ അഗുണാശ്രയ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഭാഗവതത്തിന്റെ തുടക്കത്തിലുള്ള വർത്തമാനം ആത്മാ നിർഗുണമാണ്, അഗുണാശ്രയമാണ്. അതിന് സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുടെ ആനുകൂല്യമോ പ്രാതികൂല്യമോ അതിനെ ബാധിക്കില്ല. രജോ ഗുണവും തമോ ഗുണവും ഉത്കടമാണ്. പല വിധത്തിലുള്ള ആക്രമണങ്ങളും വൃത്തികേടും അത് തൊടുത്തുവിടാം. സത്വഗുണം മാത്രമേ അതിൽ നല്ല ബുദ്ധിയും മനസ്സും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്നതുള്ളൂ. കുറേയൊക്കെ സന്തോഷം കിട്ടും, കുറേയൊക്കെ സന്താപം കിട്ടും, കുറേയൊക്കെ നമുക്ക് സംഘർഷം ഉണ്ടാകും. ഇങ്ങനെ എന്ത് തന്നെ ഉണ്ടായാലും അതെൻ്റെ മനസ്സിലും ബുദ്ധിയിലും വരെ മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. എൻ്റെ വ്യക്തിത്വമാകട്ടെ മനസ്സിനെയും ബുദ്ധിയെയും അതിജീവിച്ച് ഉള്ളിൽ അമർന്നു കിടക്കുന്നതാണ്. പുറത്ത് കാണുന്ന ആകാശത്തെ വെല്ലുന്ന ഒരു ചിദ് വ്യാപ്തി എനിക്കുണ്ട്. എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? പുറത്തുള്ള ആകാശത്തെ വെല്ലുന്ന ഒരു ചിദാകാശ വ്യാപ്തി എൻ്റെ ഉള്ളിൽ മനസ്സിനും ബുദ്ധിക്കും അപ്പുറത്ത് പ്രകാശിക്കുന്നു. അതിനെ തൊടാൻ ലോകത്തിൽ ഒന്നുമില്ല. പഞ്ചഭൂതങ്ങളിൽ ഒന്നും തന്നെ അതിനെ സ്പർശിക്കില്ല. അങ്ങനെയുള്ള ഒരു ആത്മതലം എന്നിലുണ്ട് എന്ന് വിചാരിച്ച് നാം ആരെന്ത് ചെയ്താലും പറഞ്ഞാലും ക്ഷോഭിക്കരുത്. എൻ്റെ പൊന്നുമോനെ ക്ഷോഭിക്കരുത് കൂട്ടാ. നീ ചെയ്തത് തെറ്റായിപ്പോയി. ഭഗവാനെ, എൻ്റെ മകൻ്റെ തെറ്റിന് അവനെ ക്ഷമിക്കണേ, അവന് മാപ്പ് കൊടുക്കണേ, അവനൊരു കുഴപ്പവും ഉണ്ടാവരുതേ എന്നാണ് അച്ഛൻ്റെ പ്രതികരണം. അദ്ദേഹം നിർത്തുന്നില്ല, കുറെ കൂടിയുണ്ട്. ഞാൻ ഒരു ശ്ലോകം കൂടി പറഞ്ഞു നിർത്താം. തിരസ്കൃത വിപ്രലബ്ധാഹ ശബ്ദാഹ ക്ഷിപ്താഹ ഹതാഹ അഭി. ആര് നമ്മളെ തിരസ്കരിച്ചാലും, ആര് നമ്മളെ ത്യജിച്ചാലും, കല്യാണം കഴിച്ചു ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം പൊടിയരുത്. ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചവനാണ് അതിൻ്റെ മഹാപാപം, അതിൻ്റെ ഫലം. ഉപേക്ഷിക്കപ്പെട്ട എനിക്കല്ല, ഞാൻ ഈശ്വരന്റെ സന്താനമാണ്, ഭൂസന്തതിയാണ്. എനിക്ക് പാർക്കാൻ ഒരിടം തരേണ്ടത് ഭൂമിയുടെ ചുമതലയാണ്. ഭൂനിവാസികൾക്ക് ശ്വസിക്കാൻ വായു, കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണം, അവരുടെ ശരീരം താങ്ങി നിൽക്കാൻ ഭൂതലം, ഇതൊക്കെ പ്രദാനം ചെയ്യുന്നത് അച്ഛനും അമ്മയുമല്ല,
ജഗദീശ്വരനാണ്, പരമാത്മാവാണ്, പരമേശ്വരനാണ്, ഹൃദയകമല വാസിയാണ്, അഖില ചരാചരങ്ങളിലും അധിവസിക്കുന്ന പരമപ്രഭാവമാണ് എന്ന് വിചാരിച്ച് ക്ഷിപ്താഹതാഹ അഭി, നമ്മളെ വളരെയധികം ആക്ഷേപിച്ചു, വലിച്ചെറിഞ്ഞു, ആക്രമിച്ചു. ഹത അഭി, ഇനി പരമാവധി കൊല്ലാൻ പുറപ്പെട്ടു എന്നിരിക്കട്ടെ. നാസ്യ തത് പ്രതികുർവന്തി. കേൾക്കുന്നുണ്ടോ നിങ്ങള്? കേൾക്കണില്ല? ഞാൻ പറയാൻ പോണേയുള്ളൂ. നാസ്യ തത് പ്രതികുർവന്തി, ആ ചെയ്യുന്നതിന് ഒന്നിനും പ്രതികാരം ചെയ്യുന്നില്ല മഹാത്മാക്കൾ. നാസ്യ തത് പ്രതികുർവന്തി തദ്ഭക്താഃ പ്രഭവോഭിഃ. ഈശ്വരഭക്തന്മാർ, അവർക്ക് നല്ല സാമർഥ്യമുണ്ട്. ഏതുപോലെ? ഇപ്പൊ ശൃംഗി ശപിച്ചു, ശപിക്കാനുള്ള ശക്തി ആ ശൃംഗിക്ക് ഉണ്ടായിരുന്നു. അതിലേറെ ഒരു ശാപം കൊടുക്കാനുള്ള ശക്തി എനിക്കുമുണ്ട്. അങ്ങനെ പ്രഭവന്മാർ, നമുക്ക് നല്ല പ്രഭുക്കളാണ് എന്നുണ്ടെങ്കിലും അതിന് പ്രതികാരം ചെയ്യില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് മറുപടി പറയാനുള്ളത് ഭാഗവതത്തിൻ്റെ പേരിൽ. ഇത് നിങ്ങൾ എത്ര പേർ കേൾക്കും, എത്ര പേർ ഉൾക്കൊള്ളും, എത്ര പേർ അനുസരിക്കും, അനുധാവനം ചെയ്യും, അതിൻ്റെ തണലിലും അതിൻ്റെ കീഴിലും സംരക്ഷണം ഫീൽ ചെയ്യും എന്നെനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ്. പേടിക്കരുത് കൂട്ടരെ, പേടിക്കരുത്. എങ്ങാനും ഒരാക്രമം ഒരു സ്ഥലത്ത് നടന്നു എന്ന് പറഞ്ഞ് ലോകം മുഴുവനും അതേമാതിരി ആക്രമണം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു കൂട്ടബലാത്സംഗം നടക്കാം, 2 നടക്കാം, 3 നടക്കാം. പക്ഷേ 3000, 30,000, 3 ലക്ഷവും 3 കോടിയും നടക്കില്ല. മനുഷ്യരുടെ മനസ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് നാം അല്ല, ഭരണക്കസേരകളുമല്ല. മനുഷ്യന്റെ മനസ്സിൽ വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കുന്നത് അന്തരാത്മാവാണ്, അഭൗമമായ ശക്തിയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കുമുള്ള താല്പര്യവും ദത്തശ്രദ്ധയുമാണ് അതിന് കാരണം. നമ്മളെ നിയന്ത്രിക്കുന്നത് നാം അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള പ്രഭാവമാണ്. അത് ജഗദീശ്വരനാണ്, ഈശ്വരീയമാണ്. അതുകൊണ്ട് കുലുങ്ങരുത്, തളരരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇതാ നിങ്ങൾക്കുള്ള ഉപദേശം. നാസ്യ തത് പ്രതികുർവന്തി. ഒരിക്കലും നിങ്ങൾ പ്രതികാര മനസ്ഥിതിയോടുകൂടി പെരുമാറരുത്. ശൃംഗിയുടെ പുത്രൻ ചെയ്തതുപോലെ അച്ഛനിതാ പറഞ്ഞു കൊടുക്കണു. ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ശരിയല്ല എന്ന് സ്വന്തം അച്ഛൻ പറയണു. ഇതിലേറെ നിങ്ങൾക്ക് തെളിവെന്ത് വേണം? എന്താ ഇവരും മിണ്ടാത്തെ? ഇതിലേറെ നിർദ്ദേശം എന്ത് വേണം? ഇനി സുപ്രീം കോടതിയിൽ പോണം ഒരു നിർദ്ദേശം കിട്ടാൻ. നാസ്യ തത് പ്രതികുർവന്തി തദ്ഭക്താഃ പ്രഭവോഭിഃ. അവർക്ക് പ്രതികാരം ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ പോലും പ്രതികാരം ചെയ്യില്ല. വിശ്വാമിത്രൻ യാഗം ചെയ്യാണ്. യാഗം മുടക്കാനായി രാവണന്റെ ആൾക്കാരെ പറഞ്ഞയച്ചു. അദ്ദേഹം എന്തു ചെയ്തു? പൂർവാശ്രമത്തിൽ ക്ഷത്രിയനായിരുന്ന ഒരു കേസരിയാണ് വിശ്വാമിത്രൻ. അവരെ മുഴുവൻ നേരിടാനുള്ള ശക്തി അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും അദ്ദേഹം നേരിട്ടില്ല. അങ്ങനെ ദശരഥ ചക്രവർത്തിയുടെ രാജധാനിയിൽ ചെന്ന് എൻ്റെ യാഗം നിർവിഘ്നം നടത്താൻ വേണ്ടി രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം, അത് ക്ഷത്രിയന്മാരുടെ ധർമ്മമാണെന്ന് പറഞ്ഞ് രാമനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. തൻ്റെ കൈ രണ്ടും പൊക്കിയില്ല കൂട്ടരെ. മനസ്സിലാവുന്നുണ്ടോ? ഓ അദ്ദേഹം ഒന്നും ചെയ്തില്ല, മിണ്ടാതെയിരുന്നു. ദശരഥനോട് പറഞ്ഞു, രാമൻ വന്നു, ഒറ്റ ബാണം, രാമബാണം. കുട്ടിക്കരണം പറഞ്ഞു, നിങ്ങൾ ആരും പരിഭ്രമിക്കരുത്. നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിനെ ഒരു കവചമാക്കി തീർക്കാൻ പറ്റുമോ? എല്ലാറ്റിനും മീതെയുള്ള ആന്തരമായ ഇൻഷുറൻസ് ആക്കി തീർക്കാൻ പറ്റുമോ? അതിൽ അഭയം കാണുമോ? നിങ്ങൾ നിർഭയരായി ജീവിക്കുമോ? സ രക്ഷിത രക്ഷതി യോഹി ഗർഭേ. ഭാഗവതത്തിന്റെ പിഴവറ്റ വാക്കാണ്. ആരാണോ ഗർഭകോശത്തിൽ ഭ്രൂണത്തിനെ രക്ഷിക്കുന്നത്, ആ ശക്തി മാത്രമേ പുറത്തു വന്നാലും നമ്മെ രക്ഷിക്കുന്നുള്ളൂ. അമ്മിഞ്ഞ തരുന്ന അമ്മയല്ല, സമ്പാദിച്ചു കൊണ്ടുവരുന്ന അച്ഛനല്ല, വെറും ഭരണക്കസേരകളോ ഭരണകർത്താക്കളോ അല്ല. നമ്മളെ രക്ഷിക്കാൻ രക്ഷകനായി ഒറ്റ ആളേ ഉള്ളൂ. അന്തരാത്മാവായിരിക്കുന്ന അന്തശ്ചേതന, ആ മഹാത്മാവ്, ആ പ്രഭാവം. ഇതാണ് ശൃംഗിയിൽ നിന്ന് നാം പഠിക്കുന്നത്. ശൃംഗിക്ക് പറ്റിയ തെറ്റാണ് ആദ്യമായി കാണിക്കുന്നത്. ആ തെറ്റിനോട് നമുക്കുണ്ടാവുന്ന സമീപനമോ പ്രതികരണമോ എന്താകണമെന്ന് മഹർഷി മുഖേന പ്രതിപാദിച്ചതിന് ശേഷം ധ്രുവൻ എന്ന് പറയുന്ന 2ാമത്തെ കുട്ടിയിലേക്ക് പോകുന്നു. ആര്? വേദവ്യാസ മഹർഷിയും ശ്രീമദ് ഭാഗവതവും. ഉത്താനപാദൻ, സുനീതി, സുരുചി എന്ന് പറയുന്ന 2 പട്ടമഹിഷികൾ.
അതിൽ സുരുചിക്കുള്ള പുത്രൻ ഉത്തമൻ, സുനീതിക്കുള്ളവൻ ധ്രുവൻ. ഉത്താനപാദന് സുരുചിയോടാണ് കൂടുതൽ അടുപ്പം. നിങ്ങളിൽ പലർക്കും കാണാമല്ലോ അങ്ങനെ. കുട്ടികളുണ്ടെങ്കിൽ പോലും ഒരു കുട്ടിയോട് കൂടുതൽ സ്നേഹം അമ്മയ്ക്ക് ഉണ്ടാവും. ഒക്കെ പറയും തുല്യാണെന്ന്. അങ്ങനെയൊന്നും അല്ല കാര്യം. തപ്പി നോക്കിയാൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സുരുചിയാണ് കൂടുതൽ സ്നേഹം. അപ്പോൾ സുരുചി അടുത്തുള്ള സമയത്ത് ഉത്തമൻ അച്ഛൻ്റെ മടിയിലിരുന്ന് ഇങ്ങനെ ഉല്ലസിക്കണം. ആ സമയത്ത് ധ്രുവൻ അടുത്ത് ചെന്നപ്പോൾ എനിക്കും അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നൊന്ന് തോന്നി. അങ്ങോട്ട് ഇരിക്കാൻ ചെന്നപ്പോൾ സുരുചി പറയണു, അരുത്, ഈ മടി നിനക്കുള്ളതല്ല. ഈ മടിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ ചാവണം, എന്നിട്ട് എൻ്റെ ഗർഭകോശത്തിൽ ജനിക്കണം, ഞാൻ നിന്നെ പാലൂട്ടണം, അപ്പോഴേ നിന്റെ അച്ഛൻ്റെ മടിയിൽ നിനക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഇത് ഉത്തമന് മാത്രം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് കുട്ടിക്കാലം ഓർമ്മ വെച്ച് നോക്ക്. അച്ഛൻ ഇത് കേട്ട ഒരക്ഷരം മിണ്ടുന്നില്ല. സുരുചിയാണ് അവിടെ എല്ലാം കേമി. അതിൻ്റെ മുൻപിൽ നാവ് പൊന്തണില്ല, കൈ നീങ്ങണില്ല. ധ്രുവൻ പാപം എന്തു ചെയ്യും? ഇവിടെ അച്ഛൻ്റെ കഴുത്തിൽ പാമ്പ് കോരി ഇട്ടു, ചെത്തപാമ്പിനെ ഇട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് ക്ഷോഭിച്ചത് ആര്? ശൃംഗി. ഇവിടെ തനിക്ക് നേരിട്ടാണ് ക്ഷോഭം വരാനുള്ള സന്ദർഭം. എനിക്ക് ജന്മം തന്ന പിതാവ് ഞാൻ മടിയിൽ ചെന്നിരിക്കാൻ പുറപ്പെടുമ്പോൾ ആ മടി എനിക്ക് അനുവദിച്ച് തരുന്നില്ല. നേരെ മറിച്ചോ ചിറ്റമ്മ എൻ്റെ അടുത്ത് പറയുന്നു, അവിടെ ഇരിക്കരുത്, നീ ചാവണം, എൻ്റെ ഗർഭത്തിൽ ജനിക്കണമെന്ന്. ഒരു ചെറിയ കുട്ടിയോട് പറയാവുന്ന വാക്കാണോ അത്? എന്താ നിങ്ങൾ മിണ്ടാതെ? പക്ഷേ പറഞ്ഞു. മനുഷ്യ മനസ്സ് അത്ര നിഷ്ഠുരമാണ്, ക്രൂരമാണ്. അതിന് ഒരു ലക്കും ലഗാനവുമില്ല. ദേഷ്യത്തിലല്ല ഇത് പറഞ്ഞത്, ആലോചിച്ച് പറഞ്ഞ വാക്കാണ്. ക്ഷോഭത്തിലല്ല സുരുചി പറഞ്ഞത്, ക്ഷോഭത്തിൽ പെട്ടെന്ന് പുറപ്പെട്ട വാക്കല്ല. മനുഷ്യന്റെ മനസ്സ് അടക്ക് പെട്ടിയാണ്. ആ അടക്ക് പെട്ടിയിൽ നിന്ന് എന്തും പൊട്ടി പുറപ്പെടാം. അങ്ങനെ പൊട്ടി പുറപ്പെട്ട വാക്ക്. ഇതിലേറെ ദുഃഖവും വിഷാദവും എന്തുണ്ട് ആ കൊച്ചുകുട്ടിക്ക്? അവൻ കരഞ്ഞ് തളർന്ന് ഓടി അമ്മയുടെ അടുക്കിലേക്ക് ചെന്നു. അവൻ ഓടി ചെല്ലുമ്പോഴേക്കും സുനിധിക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ കെട്ടിപ്പിടിച്ചു, തലോടി കൊടുത്തു, ചുംബിച്ചു, പറഞ്ഞു, അമ്മയെ നടന്നു, അതൊക്കെ പറഞ്ഞു. കേൾപ്പിച്ചപ്പോൾ പറയാണ്, എൻ്റെ പൊന്നു മോനെ, നിന്റെ ചിറ്റമ്മ പറഞ്ഞത് ശരിയാ. എന്ത്? ഈ രാജധാനിയിൽ ഞാൻ അഭിശപ്തയാണ്. നിന്റെ അച്ഛന് എന്നെ രാജ്ഞിയാണെന്നോ ഭാര്യയാണെന്നോ പറയാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു വേല പെണ്ണിൻ്റെ സ്ഥാനേ എനിക്കിവിടെ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് ഈ രാജധാനിയിൽ വേണ്ട സ്ഥാനമോ മാനമോ കിട്ടില്ല. നിനക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ദാ അവൾ പറഞ്ഞത് ശരിയാണ്, സുരുചി പറഞ്ഞത് ശരിയാ. ആ മടിയിലിരിക്കാൻ നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ലോകത്തിന് എല്ലാറ്റിനും പിതാവായി ഒരു മഹാവിഷ്ണു ശ്രീഹരി, പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളെ നീ മനസ്സിൽ നനച്ച് ഒറ്റയ്ക്ക് മധുവനത്തിൽ ചെന്ന് തപസ് ചെയ്യ് എൻ്റെ പൊന്നുകുട്ടാ. കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സമാധാനിപ്പിക്കുന്നത് വരെ നിങ്ങളെല്ലാവരും ചെയ്യും. അവിടുന്ന് അങ്ങട് സുനിധി പറഞ്ഞത് നിങ്ങൾ ചെയ്യോ എന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. നമുക്കിവിടെ സ്കൂൾ ബസ്സിൽ കുട്ടികളെ പറഞ്ഞയച്ചിട്ട് പോലും ഒരു 10 മിനിറ്റ് നേരം വൈകുമ്പോഴേക്കും 24 മൊബൈൽ കോൾ നിങ്ങൾ ചെയ്യും. ചുമതലയോട് കൂടിയിട്ട് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. 10 മിനിറ്റ് വൈകിയാൽ മതി, ഇരിക്കപ്പുറതിയില്ല. ആ സ്ഥാനത്ത് ഇവിടെ സുനീതി എന്താ ചെയ്തത്? എൻ്റെ പൊന്നുമോനെ, ഈ രാജധാനിയിൽ നിനക്ക് സമാധാനവും അർഹപ്പെട്ട സ്ഥാനവും കിട്ടില്ല. നീ നേരിട്ട് ചെല്ല്, മധുവനത്തിലേക്ക് ചെല്ല്. ആ ഘോരവനത്തിൽ ഒറ്റയ്ക്കിരുന്ന് തപസ് ചെയ്യ്. മഹാവിഷ്ണു മാത്രമാകട്ടെ നിന്റെ ധ്യാനം. മഹാവിഷ്ണു മാത്രമാകട്ടെ നിന്റെ ധ്യാനം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒക്കെ ആത്മപരിശോധന ചെയ്യൻ കൂട്ടരേ. ഞാൻ എൻ്റെ കുട്ടിയോട് ഇത് പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കൂ. നിങ്ങളുടെ ഭക്തിക്കുള്ള ഗോൾഡൻ ടെസ്റ്റാണത്. എനിക്ക് ഈശ്വര വിശ്വാസമുണ്ട്. ഞാനൊരു ലോക്കറ്റും കെട്ടിയിട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ്റെയോ അല്ലെങ്കിൽ ശിവൻ്റെയോ അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെയോ. കേമനായി, ഭക്തയായി എന്ന് വിചാരിക്കണ്ട. ഭക്തി മനസ്സിലുണ്ടോ? ഈശ്വരനെ വിശ്വസിക്കാൻ പറ്റുമോ? 5 വയസ്സായ കുട്ടിയെ കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ മഹാവിഷ്ണുവിനെ ഭജിക്കാൻ വേണ്ടി? ഞാനോ ഒരു വേലപ്പെണ്ണ്. എൻ്റെ മകനെങ്കിലും രാജകുമാരനായിട്ട് ജീവിക്കട്ടെ, ഇഹലോകത്തിൽ അല്ലെങ്കിൽ ആകാശഗോളത്തിൽ ധ്രുവ നക്ഷത്രമായി വാഴട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞയക്കാൻ ഒട്ടും കൂസിയില്ല സുനിധി.
ഇതാണ് ഭക്തിയുടെ പാരമ്യത, സ്നേഹത്തിൻ്റെ പാരമ്യത. ഭക്തി എന്ന് പറയുന്നത് ഒരു ധനമാണ്, ഒരു നിധിയാണ്. അത് മഹത് പ്രഭാവമാണ്. അതിനുള്ള ശക്തി, അതിനുള്ള സാന്ദ്രത, അതിനുള്ള യോഗ്യത, അതിനുള്ള അനുഗ്രഹവർഷം ചെയ്യാനുള്ള ശക്തി, ഇതൊന്നും നിങ്ങൾ ആരും അളക്കണ്ട. രണ്ടേ രണ്ട് അക്ഷരം. അത് മനുഷ്യന്റെ മനസ്സിനെ നിറയ്ക്കട്ടെ. അത് അനുഗ്രഹം ചൊരിയട്ടെ. അതിനെല്ലാം കൂടി വേണ്ടത് ഈശ്വരൻ എന്നുള്ളൊരു വിചാരവും, ആ വിചാരത്തിൻ്റെ മുൻപിൽ നാം അടിയറ വച്ച് അതിനെ വേണ്ടതുപോലെ മനസ്സിൽ നിറച്ച് മറ്റെല്ലാറ്റിനെയും താഴ്ത്തിക്കെട്ടാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അവിടെ ഉണ്ടായത്. ധ്രുവന് നേരിട്ടു വിഷമം. അവിടെ മകൻ കേട്ടറിഞ്ഞേ ഉള്ളൂ, ഇവിടെ കണ്ടറിഞ്ഞ ദുഃഖമാണ്. എന്നിട്ടും അമ്മ പറഞ്ഞയച്ചു. ഒറ്റയ്ക്ക് പോയി. പോകുന്ന സമയത്ത് നാരദ മഹർഷി തടുത്തു നിർത്തി. ദുരാരാധ്യം, മഹാവിഷ്ണുവിനെ പൂജിച്ച് ആരാധിക്കുന്നത് എളുപ്പമല്ല എൻ്റെ പൊന്നുമോനെ. നീ കാണിക്കുന്നത് വിഡ്ഢിത്വവും ധിക്കാരവുമാണ്. അനവധി പേര് പരിശ്രമിച്ചിട്ടുണ്ട് മഹാവിഷ്ണു പ്രസാദത്തിന് വേണ്ടി. ഒറ്റ ആളും ജയിച്ചിട്ടില്ല, സഫലമായിട്ടില്ല പ്രയത്നം. നീ എന്തിനു പുറപ്പെടുന്നു? മടങ്ങിപ്പോവാ നല്ലത് എന്ന് പറഞ്ഞു അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 5 വയസ്സായ കുട്ടി മറുപടി പറയുന്നത് എന്താ? മഹർഷേ, ഓർത്ത് സംസാരിക്കൂ. ഞാൻ ക്ഷത്രിയ ബാലനാണ്. എൻ്റെ ഉള്ളിൽ രജോ ഗുണത്തിനും സത്വഗുണത്തിനും വലിയ ശക്തിയാണ്. എല്ലാവരും തോറ്റിരിക്കണു മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ എന്ന് വെച്ചാൽ അതേ കാരണത്താൽ എനിക്ക് പ്രേരണ കൂടുതലാണ്. ഞാനതിൽ ജയിക്കണം എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ പോകും. അമ്മ പറഞ്ഞതുപോലെ ചെയ്യും. എനിക്ക് അനുകൂലമോ സഹായമോ ആയി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ വായ അടച്ച് വന്ന വഴിക്ക് പോകൂ എന്ന് പറഞ്ഞു അത്രേ മഹർഷിയോട്. മഹർഷിയുടെ ശിരസ് കുളിർത്തു, സന്തോഷായി. ഇങ്ങനെ തന്നെയാ വേണ്ടത്. നിന്നെ പരീക്ഷിക്കാനും നിന്റെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ തടസ്സവാദം ഉന്നയിച്ചത് എന്ന് പറഞ്ഞ് എന്തു ചെയ്തു? വലിയ ഒരു മന്ത്രം ഉപദേശിച്ചു. ഈ മന്ത്രമാകട്ടെ നിനക്ക് ധ്യാനത്തിനുള്ള മാർഗം, ആ ധ്യാനത്തിനുള്ള കേന്ദ്രീകരണം ഇത് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് തപസ് ചെയ്തു. ആദ്യം 2 നേരം ഊണ് കഴിക്കുന്നത് പിന്നെ 1 നേരമാക്കി. അത് കഴിഞ്ഞ് ഊണൊക്കെ വിട്ടു, വെള്ളം മാത്രം കുടിച്ചു. അതും വിട്ട് അവസാനം വായു മാത്രമായി. വായുവും കൂടി ശ്വസിക്കാതെയായി. ലോകം മുഴുവനും സ്തംഭിച്ചു. ആർക്കും ശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടമുണർത്തിച്ചപ്പോൾ മഹാവിഷ്ണു പറയുന്നു, പേടിക്കണ്ട, എനിക്ക് മനസ്സിലായി ധ്രുവന്റെ തപസ്സാണ്. ഞാൻ ഉടനെ ചെന്ന് കളയാം, അനുഗ്രഹിച്ചു കളയാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. മഹാവിഷ്ണു ശംഖുചക്ര ഗദാധാരിയായി അവിടെ ചെന്നു. അപ്പൊ ധ്രുവൻ കണ്ണടച്ച ഒറ്റക്കാലിലിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 5 വയസ്സായ കുട്ടിക്ക് ഇത്രയ്ക്ക് തപസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 50കാരികളായിട്ടുള്ള നിങ്ങൾ 50കാരന്മാർക്ക് കുറച്ചെങ്കിലും ആയിക്കൂടെ? ജീവിതത്തിൽ തപസ്സിന്റെ ഒരു അംശമെങ്കിലും ചെലുത്തൂ. നിങ്ങൾ 1 നേരം പട്ടിയിരിക്കൂ, ഒരു ഏകാദശിക്ക് ഭക്ഷണം കഴിക്കണ്ട, കുറച്ച് ഭഗവത്ഗീത വായിക്കൂ, ശ്രീമദ് ഭാഗവതത്തിന്റെ 1 അധ്യായമെങ്കിലും പ്രതിദിനം വായിക്കൂ. തപസ്സാവട്ടെ. പണത്തിനല്ല ഇവിടെ മഹിമ, പഠിപ്പിനല്ല മഹിമ, മക്കളിലും കുട്ടികളിലും അല്ല നമ്മുടെ യോഗ്യത തപസ് ഉൾക്കൊള്ളുന്നതിലാണ്. ആ തപസ് അങ്ങോട്ട് മൂത്തപ്പോ കണ്ണടച്ച് ആ മഹാവിഷ്ണു ചതുർഭുജധാരിയ മിന്നി തിളങ്ങി ഹൃദയത്തിൽ പ്രകാശിക്കുന്നു, മിന്നി തിളങ്ങുന്നു. ജാജ്വല്യമാനമാണത്. പെട്ടെന്ന് ഠപ്പ് ഒരു ഇരുട്ട് ബാധിച്ചതുപോലെ. അപ്പൊ കണ്ണങ്ങോട്ട് തുറന്നപ്പോ മഹാവിഷ്ണു മുൻപിൽ നിൽക്കണു. പ്രതീക്ഷിച്ചില്ല പാവം. അകത്തേ കണ്ടുള്ളൂ. ഇപ്പതാ പുറത്ത് സ്ഥൂല രൂപത്തിൽ നിൽക്കണു 3 ഡയമെൻഷണൽ മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ പാവം എന്താ ചെയ്യുക? സ്തുതിക്കുക. അതിന് സ്തുതിക്കാൻ അറിയില്ല. 5 വയസ്സായ കുട്ടി. മഹാവിഷ്ണുവിന് കാര്യം മനസ്സിലായി. ശംഖുണ്ട് തൻ്റെ കയ്യിൽ. ആ ശംഖ് എങ്ങനെയാ? ആർക്ക് വേണമെങ്കിൽ ഊതാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ സിമ്പിൾസിന് എത്രത്തോളം അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരു മഹാപാപി ഊതിയാലും ശംഖിന്റെ ശബ്ദം മാറുമോ? ഒരു വ്യഭിചാരിണി ഊതിയാൽ അതിന്റെ ശബ്ദത്തിന് വ്യഭിചാരം വരുമോ? ഒരു പുണ്യവാൻ ഭൂസുരശ്രേഷ്ഠൻ ഊതിയാലോ അപ്പോഴും അതേ ശബ്ദ. അങ്ങനെ എല്ലാ ശബ്ദങ്ങളെയും ഉത്തമോത്തമമാക്കി തീർക്കുന്ന വിശേഷപ്പെട്ട ശംഖെടുത്ത് കവിളിലൊന്ന് തലോടിയപ്പോൾ പാവം സ്തുതിക്കാറായി. ആ സ്തുതിയിൽ ആദ്യം പറഞ്ഞതാണ് എന്ത്?
യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എവിടെയാണ് നിങ്ങൾ കാണുക? പറയുന്നത് ആരോ ആവട്ടെ, വായിക്കുന്നതും കേൾക്കുന്നതും പ്രതിപാദിക്കുന്നതും 5 വയസ്സായ കുട്ടികളല്ല. ഈ സദസ്സിൽ ആരെങ്കിലും ഒരു കുട്ടി 5 വയസ്സുണ്ടോ? ഓ, ഒരു കുട്ടിയുണ്ടല്ലേ, നന്നായി. കേൾക്കുന്നവരൊക്കെ 50 വയസ്സുകാരാ. ഒരു കുട്ടിയുടെ മുഖത്തിൽ നിന്ന് വന്നാലെന്താ, ഒരു വൃദ്ധന്റെ മുഖത്തിൽ നിന്ന് വന്നാലെന്താ, ആനയുടെ മുഖത്തിൽ നിന്ന് വന്നാലെന്താ? എഴുതിയതും വായിക്കുന്നതും നമ്മളാണ്, നമുക്കുള്ള പാഠങ്ങളാണ് വിവിധ തുറകളിലൂടെ തരുന്നത്. നിങ്ങൾ എത്ര ഡ്രസ്സാണ് ഇഷ്ടപ്പെടുന്നത്? ഫാഷൻ ഡിസൈനേഴ്സ് എന്തൊക്കെ ഉണ്ടാക്കണു, കുറേ വടി, കുറേ വെള്ള, കുറച്ച് ഇത്, കുറച്ച് കഴിഞ്ഞാൽ ഐ കിസ് യു എന്ന് വരെ അവർ എഴുതും. അതും നിങ്ങൾ മേടിച്ച് ധരിക്കും. അങ്ങനെ വലിയ കമ്പമാണ് നിങ്ങൾക്ക്. ആ കമ്പം ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണത്? പലതരത്തിൽ കുട്ടികളുടെ മുഖത്തിലൂടെ, ആനയിലൂടെ, ചിഹ്നം വിളിയിലൂടെ, ആമയിലൂടെ, മത്സ്യത്തിലൂടെ പലതരത്തിലാണ് ഇവിടെ സംസാരം. ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി സ്തുതിക്കുകയാണ്. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന. ആരാണോ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കുന്ന ശബ്ദത്തെ പുറത്തേക്ക് വളരെ വിസ്തൃതവും വിശാലവുമാക്കി പ്രകടമാക്കുന്നത്, അതേപോലെ കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, പ്രാണൻ എല്ലാറ്റിനെയും ഉജ്ജീവിപ്പിക്കുന്നത് ആ പരമപുരുഷനെ ഞാൻ നമസ്കരിക്കുന്നു. അവസാനത്തെ വാക്കെന്താ? ആ പരമപുരുഷനെ, ഭഗവാനെ അങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ചതുർഭുജധാരിയാണെന്ന്. പരമപുരുഷൻ, പുരുഷൻ എന്നുള്ള വാക്കിനർത്ഥം പുരുഷേതേ ഇതി പുരുഷ. ഏതെങ്കിലും ഈ ലോകത്തിൽ അധിവസിക്കണു, ഒരു ശരീരത്തിൽ അധിവസിക്കണു. മനുഷ്യരിൽ എല്ലാവരിലും ഉണ്ട്. ആ ജീവനും ആത്മാവുമാണ് ആ പരമപുരുഷനായിട്ട് നമസ്കാരം ഞാൻ ചുരുക്കി പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാ സ്തുതിച്ചത്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താ? പുത്രന്റെ ദുഃഖത്തിൽ അമ്മ സഹതപിച്ചു എന്നുള്ളത് ശരിയാ. പുത്രൻ പ്രതികാരത്തിന് പുറപ്പെട്ടില്ല, ശൃംഗി പുറപ്പെട്ട മാതിരി. അമ്മയും പ്രതികാരത്തിന് പുറപ്പെട്ടില്ല, പക്ഷെ അമ്മ പരിഹാരം പറഞ്ഞു കൊടുത്തു. ആ പരിഹാരം ഭഗവത് ഭജനവും ഭഗവത് ധ്യാനവുമാണ്. ആ കുട്ടിയോട് പറഞ്ഞ വാക്കുകൾ വളരെ വിശേഷമാണ്. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭിർ മൃഗ്യപദാബ്ജ പദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വപൂരുഷം. നിന്റെ മനസ്സ് അനന്യഭാവം കൈക്കൊള്ളട്ടെ. മധുവനത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്താ? ഈ കാട്ടിൽ രാജധാനിയില്ല, ആ രാജധാനിയിലുള്ള അംഗങ്ങളില്ല, എനിക്കിവിടെ ഒരു സഹായവുമില്ല, സർവ്വസഹായവും മുറിച്ചിട്ട് പെരുങ്കാട്ടിൻ്റെ ഒത്ത നടുവിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അനന്യമായി എനിക്ക് മഹാവിഷ്ണു മാത്രമേ ആശ്രയമുള്ളൂ. തമേവ വത്സ ആശ്രയ ഭൃത്യവത്സലം. ഭൃത്യന്മാരോട് അങ്ങേയറ്റം വാത്സല്യമുള്ളവനാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിനെ ആശ്രയിക്കൂ. മുമുക്ഷുഭിർ മൃഗ്യപദാബ്ജ പദ്ധതിം. ഭാഗവതത്തില് വിദ്വത്വം ധാരാളം കാണാം, വിദ്വത്ത ധാരാളം കാണാം. മുമുക്ഷുഭിഹി മൃഗ്യം പദാബ്ജ പദ്ധതിം. മോക്ഷം വേണമെന്ന് വിചാരിക്കുന്നവർ തേടി നടക്കുന്ന ആ അമരപാദങ്ങളാണ് മഹാവിഷ്ണുവിൻ്റേത്. മനസ്സിന് സങ്കടവും ക്ഷോഭവും തോന്നുന്ന ഒരു ആൺകുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആ കഥ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്ങിൽ പോകണം. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ മോനോട് പറഞ്ഞു, ഡോക്ടർ പറയുകയാണ് ഞാനിങ്ങനെ 1 മാസം ട്രെയിനിങ്ങിന് പോവാണ്, സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ. കേട്ട ഉടനെ ചെകിടത്തൊരൊറ്റ അടിയടിച്ചു അത്രേ മകൻ അമ്മയുടെ. നടന്ന സംഭവമാണ്. കേട്ട ഉടനെ അമ്മ പോണത് അവന് ഇഷ്ടമല്ല, കൊടുത്തു ഒരു ചെകിടത്തൊരടി. ഒരു കുട്ടി ഇങ്ങനെ അമ്മയെ അടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ കുട്ടിയെ കുറ്റം പറയാൻ നമുക്ക് പറ്റുമോ? മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഘടനയാണത്. നിങ്ങൾ എന്തിനു പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. അതിന് മറുപടി ഉണ്ടോ നമ്മുടെ കയ്യിൽ? അപ്പോൾ ഈ ലോകത്തിൽ എന്തക്രമവും എവിടെ ഉണ്ടാവാം. നമുക്കതിനുള്ള പ്രതിമരുന്ന് എന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് ഭാഗവതം പറയുന്നത് മനസ്യവസ്ഥാപ്യ ഭജസ്വപൂരുഷം. അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തു. ഇതാണ് അവിടെ ഉണ്ടായത്. ഇനി മൂന്നാമത്തെ ഒരു ബാലൻ പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദന്റെ ചരിത്രം എന്താ? അദ്ദേഹം ജനിച്ചത് ആർക്ക് കുട്ടിയായിട്ടാ? ഹിരണ്യകശിപുവിന് കുട്ടിയായിട്ടാണ് ജനിച്ചത്.
ആ ഹിരണ്യകശിപു മഹാവിഷ്ണുവെ ശത്രു നമ്പർ 1 ശത്രുവായിട്ടാണ് കാണുന്നത്. നമ്പർ 1 ശത്രുവായിട്ടാണ് കാണുന്നത്. അപ്പം ഹരി ഹരി എന്നുള്ള വാക്ക് മകൻ പറയുമ്പോൾ അച്ഛൻ സഹിക്കില്ല. ചുട്ടുനീറ്റമാണ് അച്ഛന്. അങ്ങനെ ഒരു അച്ഛൻ്റെ കീഴിലാണ് ഈ കുട്ടി വളർന്നത്. എത്ര കൊല്ലം? 7 കൊല്ലം. കേൾക്കണുണ്ടോ നിങ്ങൾ? കേൾക്കണുണ്ടോ? പരീക്ഷത്ത് വന്ന് പാമ്പിനെ ഇട്ടത് ഒരു ക്ഷണം കൊണ്ട് കഴിഞ്ഞു. ധ്രുവനോട് അച്ഛൻ പറഞ്ഞത് 1 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ഇവിടെയോ 7 കൊല്ലമാണ് പ്രഹ്ലാദൻ ഈ കഠിനമായിരിക്കുന്ന യാതനയും എതിർപ്പും സഹിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ചണ്ടാമർക്കന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് എന്ത് വേണം? അവിടെ ഈ കുട്ടിയെ വേണ്ടതുപോലെ ശാസിച്ച് പഠിപ്പിക്കൂ. ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ ധർമ്മം പറയരുത്, മോക്ഷം പറയരുത്, അർത്ഥകാമങ്ങൾ മാത്രമേ പഠിപ്പിക്കാവൂ. ഈശ്വരനും വിശ്വാസവും ഭക്തി ഒന്നും ഉണ്ടാവരുത്. അവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞയച്ച് പഠിപ്പിച്ചതിന് ശേഷം മകനെ വിളിച്ച് മടിയിലിരുത്തി. ഇപ്പം എനിക്കത് പറയാൻ സമയമില്ല. മടിയിലിരുത്തി, എൻ്റെ പൊന്നുമോനെ നീ എന്താ നല്ലത് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വീടെല്ലാം വിട്ട് കാട്ടിച്ചെന്ന് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് തപസ് ചെയ്യണം എന്നാ പറഞ്ഞത്. തത്സാധുമന്യേ അസുരവര്യദേഹിനാം ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. ഭാഗവതത്തിൻ്റെ വിലയിരുത്തലാണ്. നിങ്ങളൊക്കെ നല്ല വീട്ടിൽ ടെറസ് കെട്ടി ഇരിക്കുന്നുണ്ടല്ലോ. ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. മനുഷ്യന്റെ ആത്മാവിനെ പതിപ്പിക്കുന്ന പൊട്ടക്കിണറാണ് വീട്. എന്ത് പേടിയാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഭയപ്പെടണോ പറയാൻ? ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. പൊട്ടക്കിണറിൽ വീണാൽ വലിയ അപകട. വെള്ളത്തിൽ വീണാൽ ഇത്രയേ ഉള്ളൂ. അവിടെ കുപ്പിച്ചില്ലുണ്ടാവും, ചിലപ്പോൾ കരിമൂർഖൻ പാമ്പും ഉണ്ടാവും. അതിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ ആരും നിലവിളിച്ചാൽ കേൾക്കൂല. പൊട്ടക്കിണറായതുകൊണ്ട് അടുത്ത് പോവില്ല. അങ്ങനെ മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നതായ പൊട്ടക്കിണറാണ്. അതിനെ വിട്ട് വനം ഗതോ യദ്ധരിമാശ്രയേത, കാട്ടിൽ ചെന്ന് ഹരിയെ ആശ്രയിക്കണം. ഇതാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞു അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അച്ഛനിഷ്ടമില്ലാത്ത കാര്യം, തൻ്റെ വിശ്വാസത്തിൻ്റെ പരമം ആധിക്യത്തോടു കൂടിയുള്ള വിശ്വാസം അച്ഛൻ്റെ മുൻപിൽ ഉണർത്താൻ സ്വല്പമെങ്കിലും പേടിച്ചില്ല. രണ്ടാമത് പറഞ്ഞയച്ചു. ചണ്ടാമർക്കന്മാർ വളരെ ദണ്ഡിപ്പിച്ചു, ശിക്ഷിച്ചു, പേടിപ്പിച്ചു, പലതും ചെയ്തു. പിന്നെയും കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ പിന്നെയും ഇതന്നെയാ പറയണത്. അവസാനം എന്തായി? ഈ മകൻ ഇവനെ ഇവിടെ പാർപ്പിക്കുന്നത് തൻ്റെ കയ്യിൻ്റെ വിരലിൻ്റെ തുമ്പത്ത് മാറാത്തൊരു പുണ്ണ് വന്നതുപോലെയാ. ആ വിരലിനെ മുറിച്ചു മാറ്റുന്നത് മാതിരി അവൻ പുത്രനായാലും മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് പലരെയും കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ പുറപ്പെട്ടു. വിഷം കൊടുത്തു കൊല്ലാൻ, പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കാൻ, കടവയറ്റിൽ കഠാരി കയറ്റാൻ, പർവ്വതത്തിൽ നിന്ന് താഴേക്കിടാൻ, വെള്ളത്തിൽ കല്ലുകെട്ടി താത്താൻ, കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ വലിച്ചെറിയാൻ പലതും നോക്കി. ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ പലതും നോക്കിയപ്പോൾ പ്രഹ്ലാദനിൽ ഒന്നും തന്നെ ഏശിയില്ല. എന്താ കാരണം? ഗോവിന്ദ പരിരംഭിത. കേൾക്കണുണ്ടോ നിങ്ങള്? ഗോവിന്ദ പരിരംഭിത. എല്ലാവരും കൂടി ഒന്ന് പറയും. ഇത്ര ആൾക്കാരേ ഉള്ളൂ എൻ്റെ മുൻപില്. നിങ്ങൾക്ക് നാണല്ലെങ്കിൽ എനിക്ക് നാണാവുള്ളൂ. സ്വാമിജി ചെന്ന് തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി ഓഡിറ്റോറിയത്തിൽ സംസാരിച്ചത് ഈ ഗോവിന്ദ പരിരംഭിത എന്നുള്ള ഏതാനും അക്ഷരം പറയാൻ പറ്റാത്തൊരു സദസ്സിനോടാണോ ഞങ്ങൾക്ക് നാണാവണു എന്ന് വല്ലവരും പറയും. ഗോവിന്ദ പരിരംഭിത, ഗോവിന്ദ പരിരംഭിത. മോക്ഷദാതാവായിരിക്കുന്ന ഗോവിന്ദൻ ആലിംഗനം ചെയ്ത് ഹൃദയത്തിൽ അധിവസിച്ചതുകൊണ്ട് യാതൊന്നും ഏശിയില്ലത്രേ. എല്ലാ പ്രയോഗങ്ങളും തോറ്റു. ഇനി എൻ്റെ മകൻ എനിക്ക് മാപ്പ് തരില്ല, ഞാൻ തന്നെ നേരിട്ട് കളയാം എന്ന് പറഞ്ഞിട്ടാണ് തന്നെത്താനെ പുറപ്പെട്ട് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആശയ സംഘട്ടനം. എന്താ പറഞ്ഞേ ഞാൻ? 7 വയസ്സായ കുട്ടി, 8 അടി പൊക്കമുള്ള അസുരചക്രവർത്തി, മീശ മുറുക്കി, കയ്യിൽ വാളും അമ്പും വില്ലും കുന്തവും ഗദയും പരിചയം എല്ലാമായിട്ട് നിൽക്കണു. എന്നിട്ട് മകനോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് എന്നെ ധിക്കരിക്കാൻ മാത്രമുള്ള ശക്തി ആരാണ് തരുന്നത്? അച്ഛനെ ഇങ്ങനെ ധിക്കരിക്കാനുള്ള ശക്തി നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന്?
മകനൊരു കൂസലും കൂടാതെ പറയണു, എൻ്റെ പൊന്നച്ഛ, ലോകത്തിന് എല്ലാവർക്കും, ഇന്ദ്രനും ചന്ദ്രനും ദിക്പാലന്മാർക്കും എല്ലാവർക്കും ശക്തി കൊടുക്കാനുള്ള കേന്ദ്രം ഒന്നേ ഉള്ളൂ, അതാണ് ശ്രീഹരി. ഒന്ന് പറയും, ശ്രീഹരി. ശ്രീഹരി മാത്രമേ ഉള്ളൂ. അച്ഛനും കൂടി എന്ന് കേട്ടപ്പോ കണ്ണ് ഒന്നും കൂടിയും ചുവന്നു. എവിടെയാണാ നിന്റെ ഹരി എന്നായി പിന്നത്തെ ചോദ്യം. എൻ്റെ ഹരിയോ എല്ലായിടത്തുമുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 7 വയസ്സായ കുട്ടി പറയുന്നതാണ്. 70 വയസ്സുകാർ ഇവിടെ അത് പറയാൻ ഒരുക്കണ്ടോ? എത്ര നാളായി നിങ്ങൾ ക്ഷേത്രമൊക്കെ സന്ദർശിക്കുന്നു? എത്ര തവണ പ്രസാദം ചൂടി നിങ്ങളുടെ തലയില്, നിങ്ങളുടെ നെറ്റിയില്? എന്നിട്ട് എൻ്റെ ഈശ്വരൻ എല്ലായിടത്തുമുണ്ട് എന്ന് ഭയാനകമായ ഒരു സന്ദർഭത്തിൽ തൊണ്ടയിടാതെ ഉറപ്പിച്ച് വിളിച്ചു പറയാൻ കൈകൂപ്പി ആ 7 വയസ്സായ കുട്ടിക്ക് സാധിച്ചു. ഭാഗവതം നിങ്ങളോട് ചോദിക്കുന്നു, വേദവ്യാസർ നിങ്ങളോട് ചോദിക്കുന്നു, ഭാഗവത പ്രവക്താക്കൾ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വയസ്സ് എത്രയായി? നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ സർവവ്യാപിയാണ്, എല്ലാ ദിക്കിലും ഉണ്ട് എന്നൊന്നും കൂടി കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രഹ്ലാദൻ പറഞ്ഞു, എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്നാ പറഞ്ഞത്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. എൻ്റെ പൊന്നുകുട്ടൻ അച്ഛൻ ഒരു ഭാഗത്ത് ശിക്ഷിച്ചിട്ടും ഗുരുനാഥന്മാര് പീഡിപ്പിച്ചിട്ടും തൻ്റെ വിശ്വാസത്തെ ബലി കഴിക്കാതെ അതിൽ ഊന്നി ഉറച്ച് അചഞ്ചലമായി നിന്നു. ആ കുട്ടി, എൻ്റെ ഭൃത്യൻ, അവൻ ഒരു വാക്ക് പറഞ്ഞു. പറയുന്നത് വരെ അവൻ്റെയാണ്, എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. ആ വാക്കിനെ സത്യമാക്കേണ്ട ചുമതല എനിക്കാണ്. തൻ ഭൃത്യനിൻ ചൊല്ലിനെ സത്യമാക്കാൻ താനെങ്ങുമുണ്ടെന്നു വരുത്തിടാനും സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ. ഞാൻ എല്ലാ ദിക്കിലും ഉണ്ടെന്ന് തെളിയിപ്പിക്കും വേണം. അതിനൊരു അവസരം വന്നിട്ടുണ്ട്. പറഞ്ഞു പോയില്ലേ അവൻ, ഞാൻ എല്ലാ ദിക്കിലും ഉണ്ട്, ഈ തൂണിലുമുണ്ടെന്ന്. അപ്പൊ എല്ലാ ദിക്കിലുമുണ്ട്, തൂണിലുമുണ്ട് എന്ന് തെളിയിപ്പിച്ചേ തീരൂ എന്ന് വിചാരിച്ച് അദൃശ്യത അത്യദ്ഭുത രൂപമുദ്വഹൻ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത്യദ്ഭുത രൂപമുദ്വഹൻ, അത്യദ്ഭുതമായിരിക്കുന്ന രൂപമെടുത്ത്. എന്താ രൂപം? സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. എല്ലാവരും കാണെ ആ തൂണിൽ നിന്ന് പുറത്തു വന്നു. എന്ത്? ന മൃഗം ന മാനുഷം. അത് മൃഗവുമല്ല മനുഷ്യനുമല്ല, ഒരു നരഹരി രൂപം. കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അമ്മേ വരെ. ആ കുട്ടിയുടെ മുൻപിൽ വെച്ചുകൊണ്ടാണ് അച്ഛനായിട്ട് പൊരിഞ്ഞ യുദ്ധം നടന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആവോ ഞാൻ പറയണത്? ആ 7 വയസ്സായ കുട്ടി കൈകൂപ്പി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു മനഃശാഞ്ചല്യവുമില്ലാതെ. തൻ്റെ അച്ഛനും നരഹരിയും കൂടിയിട്ടുള്ള പൊരിഞ്ഞ പോര്. ആ പോരിൽ ഇടിയും പിടിയും കുത്തലും കോർക്കലും ഒക്കെ ആയി. ഒരു ഭാഗത്ത് വാളുണ്ട്, പരിചയമുണ്ട്, കുന്തണ്ട്, അമ്പുണ്ട്, വില്ലുണ്ട്. നരഹരിയുടെ കയ്യിൽ നഖവും പല്ലും മാത്രമേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഒരു രൂപമെടുത്ത് ഹിരണ്യകശിപു നേരിട്ടത് ആർക്ക് വേണ്ടിയിട്ടാ? പ്രഹ്ലാദന് വേണ്ടിയിട്ട്. ആ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ എത്ര കഷ്ടപ്പെടുന്നു എന്ന് ആലോചിക്കൂ. ധാരാളം ഇടി ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് നരഹരിക്ക്. അത് കഴിഞ്ഞ് തൻ്റെ ശത്രുവിന് ആ ശത്രുവിൻ്റെ സന്തോഷം കൊടുക്കണം എന്ന് പറഞ്ഞ് തമ്മിൽ അടിയും ഇടിയും പൊടിയും കിടിയും ഒക്കെ കഴിച്ചതിന് ശേഷം പിടിച്ചു വിട്ടു. രണ്ടാമത് ചാടി കൊതറി, പിന്നെയും പിടിച്ചു. അവസാനം പിടിച്ച് തൊടയുടെ മുകളിൽ വെച്ച് വയറ് പിളർന്ന് കുടൽമാല രക്തപങ്കിലമായിരിക്കുന്നത് എടുത്ത് കഴുത്തിലിട്ട് സിംഹാസനത്തിലിരുന്ന് നെടുവേർപ്പെട്ടു. ആ മകന്റെ മുൻപിൽ നടക്കുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴേക്ക് എന്തിനാ കൂട്ടരെ ചൂളുന്നത്? ഭക്തന്റെ മനസ്സ് ചൂളില്ല. അതിൻ്റെ സഹനശക്തിക്ക് അളവില്ല. ഭക്തിയെ പരീക്ഷിക്കാൻ ഒരൊറ്റ ആളും നോക്കണ്ട. നിങ്ങൾ വെപ്രാളം കൂട്ടാതെ ഇരിക്കും. ഭാഗവതം വായിക്കൂ.
ഭക്തിയുടെ ആദ്യാക്ഷരങ്ങൾ ഗ്രഹിക്കൂ, അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളൂ, അതിൻ്റെ ആ ശാന്തശീതള ഛായയിൽ വസിക്കാൻ, താമസിക്കാൻ പഠിക്കൂ. പഠിക്കൂ. ഒരു തവണ വായിച്ചാൽ പോരാ, 100 തവണ വായിക്കണം, 1000 തവണ വായിക്കണം, ഉൾക്കൊള്ളണം, അനുധാവനം ചെയ്യണം. നമ്മുടെ വേർപ്പ് തുള്ളികളായി തീരണം ഭക്തിയുടെ സാന്ദ്രത. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ഉണ്ടാവണം അത്. വായ കൊണ്ട് 2 അക്ഷരം, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അമ്മൻ ക്ഷേത്രത്തിൽ ചെന്നു, വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്നു, ബുധനാഴ്ച മുരുകനെ കണ്ടു വന്നു. ദിവസം 24 മണിക്കൂറുണ്ട്. ഒരു കൊല്ലത്തിൽ 365 ദിവസമുണ്ട്. നിങ്ങളൊരു പട്ടിക ഉണ്ടാക്കി ക്ഷേത്രത്തിൽ പോയ മണിക്കൂർ എത്രയുണ്ടാവുന്നു? ഒരു ചാൺ കയറിയാൽ 1 മുഴം ചറക്കുകയാണ് നമ്മൾ. എൻ്റെ ഭാഷ മനസ്സിലായോ? നമ്മൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ പോയി എന്നൊരു തോന്നല്, 1 ചാണാ കയറുന്നത്, ഉടനെ 1 മുഴമാ ചിറക്കുന്നത്. പിന്നെയും കയറി 1 ചാൺ, 1 മുഴവും കൂടി ചിറക്കി. അപ്പൊ എവിടെയാ നിങ്ങൾ ചെല്ലുക? പാതാളത്തിലേക്ക്. കയറില്ല, സ്വർഗത്തിന് എത്തില്ല. ഭക്തിയെ 24 മണിക്കൂർ നേരമാക്കി തീർക്കൂ. നിങ്ങളുടെ മനസ്സിന്റെ ശ്വാസോച്ഛ്വാസമാകട്ടെ അത്. അങ്ങനെ സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ഭാഗവതം തന്നെ വർണ്ണിക്കണം. അത് സംസ്കൃതമാണെന്ന് മാത്രമേ ഉള്ളൂ, വളരെ വിശേഷപ്പെട്ടത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രഹ്ലാദനോട് എന്താ വേണ്ടത്? ആ ഉഗ്രരൂപം അതിനെ ഒന്ന് തണുപ്പിക്കണമല്ലോ. സാധാരണ നരഹരിക്ക് അവതാരമൊക്കെ പറയുന്ന ദിവസം പാനകം ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് അറിയുമോ? അത് കേട്ടിട്ടുണ്ടോ? ആ ശർക്കര വെള്ളം കുടിച്ചാൽ കുറച്ചൊന്ന് തണുക്കെന്ന് വിചാരിച്ചിട്ട് പാനകം കൊടുക്കുക. ഏതോ കഥയാവട്ടെ, അതിൻ്റെ ആ സ്പർശം നോക്കൂ. ആ പാനകം ഉണ്ടാക്കി അതൊരു പ്രസാദമായി കഴിക്കുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ആ പ്രഹ്ലാദത്വം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് മഹാലക്ഷ്മിയൊക്കെ പോവാൻ കൂട്ടാക്കണില്ല. ഞാൻ കണ്ടിട്ടില്ലേ? നല്ല സമാധാനമായിരിക്കുന്ന സമയത്ത് അടുത്ത് ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും ഭക്തിയേ എനിക്കുള്ളൂ. ഇങ്ങനെ ഉഗ്രമൂർത്തിയെ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആർക്ക് വേണ്ടി വന്നു ആ കുട്ടിയെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂസലുമില്ലാതെ പോയി അവിടെ സ്തുതിച്ചത്. ആ സ്തുതിച്ചതിൽ 1-2 ശ്ലോകങ്ങൾ ഞാൻ പറയണോ? സമയം ഉണ്ടാവില്ല. അർത്ഥവത്തായിട്ടുള്ള 2 ശ്ലോകം പറയാം. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാത് അവിദുഷഃ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. ശ്രീമദ് ഭാഗവതത്തിലുള്ള സ്തുതികളൊക്കെ വളരെ വളരെ പ്രധാനങ്ങളാണ്. അതിൽ ദാർശനികം ധാരാളമുണ്ട്, അധ്യാത്മം ധാരാളമുണ്ട്, ഭക്തി വൈരാഗ്യം ഇതും ധാരാളം കാണും. ഓരോ സ്തുതികളിൽ ഓരോന്നാ. 43 ശ്ലോകങ്ങളുള്ള ഈ സ്തുതികളിൽ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്, നിങ്ങൾക്ക് വളരെയധികം മാർഗദർശനം ഉള്ളതാണ്. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ. മഹാപ്രഭോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മഹാപ്രഭോ, അങ്ങ് നിജലാഭപൂർണനാണ്. ഈശ്വരന് സ്വയം പൂർണ്ണത്വമുണ്ട്. അദ്ദേഹത്തിന് വിശപ്പില്ല, ദാഹമില്ല. അദ്ദേഹത്തിന് വസ്ത്രധാരണത്തിന് വസ്ത്രം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ലോകം മുഴുവൻ രചിക്കാൻ സാമർഥ്യമുണ്ട്. ഈ ലോകം മുഴുവൻ പരിരക്ഷിക്കുന്നു, എല്ലായിടത്തും അധിവസിക്കുന്നുമുണ്ടെങ്കിൽ ആ ഈശ്വരന് നമ്മൾ എന്തു കൊടുക്കാന്? അദ്ദേഹം നിജലാഭത്താൽ പൂർണ്ണനാണ്. അങ്ങനെ നിജലാഭപൂർണനായിരിക്കുന്ന അങ്ങയ്ക്ക് നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാദവിദുഷഃ കരുണോ വൃണീതേ. അങ്ങയ്ക്ക് ഒരാളുടെ മാനവും സത്കാരവും പൂജയും നിവേദ്യവും വേണ്ട. കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരാളുടെ മാനവും സ്തുതിയും സത്കാരവും പൂജയും അങ്ങയ്ക്ക് വേണ്ട. നിജലാഭപൂർണനാണ് അങ്ങ്. എന്നാ പിന്നെ ലോകത്തിലെ എല്ലാവരും ഇങ്ങനെ പൂജിക്കുന്നത് എന്തുകൊണ്ടാ? മാനം ജനാത് അവിദുഷഃ കരുണോ വൃണീതേ. ഈ വസ്തുത അറിയാത്തത് കൊണ്ട്. അവിദുഷഃ, അറിവില്ലാത്തവരാണ് ഈ പൂജിക്കുന്നത്. ചതുശ്ശതമുണ്ടാക്കി നേവേദിച്ചു. ആര് തിന്നാന്? ആർക്കായി കൊടുക്കണത്? ഭഗവാനോ?
വല്ലവർക്കും നിങ്ങൾ കൊടുക്കും. ഭഗവാൻ ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം, ഒരു തരത്തിലുള്ള മാനവും സത്കാരവും വേണ്ട. നിങ്ങൾ മാനം നൽകിയില്ല, സത്കാരം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ കരയാൻ തുടങ്ങും. ചിലപ്പോഴൊക്കെ അല്ലേ മനുഷ്യർ പൂജിക്കുന്നുള്ളൂ. നിങ്ങൾ കൊല്ലത്തിൽ എത്ര ദിവസം പൂജിക്കും? ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും? ഭഗവാന് ഇന്നലെയും മിനിഞ്ഞാന്നും പൂജിച്ചു, ഇന്ന് പൂജയില്ല, കരയോ ഈശ്വരൻ? അപ്പൊ ഈശ്വരൻ ഇതൊന്നും ആവശ്യമില്ല, നിജലാഭപൂർണനാണ്. എന്നാൽ അറിവില്ലായ്മ കൊണ്ട് ഇത് ചെയ്യണു. അത് ചെയ്യുന്നത് കൊണ്ട് എന്താ അതിന്റെ പിന്നിലുള്ള സത്യം, രഹസ്യം എന്ന് ചോദിച്ചാലോ, യജ്ജനോ ഭഗവതേ വിദധീതമാനം. ആരാരെല്ലാം ഭഗവാന്റെ പേരിൽ ഏതെല്ലാം വിധത്തിൽ ആരാധിക്കുന്നുവോ, സത്കരിക്കുന്നുവോ, മാനാദികൾ നൽകുന്നുവോ, ആ നൽകുന്നത് മുഴുവനും താൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ അലങ്കരിക്കുന്നതും ധന്യമാക്കുന്നതുമാണ്. നല്ല നല്ല സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് അടുക്കളയിൽ തീ പൂട്ടി ഭക്ഷണം പാകം ചെയ്ത് ഓലൻ, അവിയൽ, എലിശ്ശേരി, കറി, കള ഇതൊക്കെ കഴിച്ചാൽ ഈ അടുക്കളയ്ക്കും വെപ്പുപാത്രങ്ങൾക്കുമാണോ സന്തോഷം? അതോ വെച്ച് ഉണ്ണുന്ന നിങ്ങൾക്കോ? എന്താ നിങ്ങൾ മിണ്ടാത്തേ? എന്താ മിണ്ടാത്തേ? ആരാധന നമ്മുടെയാണ്. നാം ചെയ്യുന്ന ആരാധന കൊണ്ട് ഉണ്ടാവുന്ന നേട്ടം ആർക്ക്? നമുക്ക്. നാം ഊണ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന നേട്ടം നമുക്ക്. അപ്പൊ ആരാധനയ്ക്ക് പാത്രമാകണു ഭഗവാൻ എന്നല്ലാതെ നിങ്ങൾ നൽകുന്ന ആരാധന മുഴുവൻ അദ്ദേഹം സ്വീകരിച്ച് അതിൽ തൃപ്തിപ്പെടുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഏതുപോലെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉദ്ബുദ്ധനാവുന്നുണ്ടോ അതോ പുരികൻ ചുളിക്കുന്നുണ്ടോ? തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. നമ്മളൊരു കണ്ണാടി മേടിച്ചു. ലോകത്തിൽ പല സാധനങ്ങളും ഉണ്ട്. ചില്ല് നമ്മൾ ഉണ്ടാക്കണതാ, അതിൻ്റെ പിന്നിൽ കോട്ട് ചെയ്തു മെർക്കുറി, എന്നിട്ട് അതൊരു കണ്ണാടിയാക്കി ചുമരിൽ കൊണ്ടുവന്ന് തൂക്കി ദിവസേന അതിൻ്റെ മുൻപിൽ നിന്ന് നമ്മുടെ പ്രതിബിംബം നോക്കുന്നു. ഇത് കണ്ണാടിക്ക് വേണ്ടിയിട്ടോ നമുക്ക് വേണ്ടിയിട്ടോ? എന്നിട്ട് ആ കണ്ണാടിയിലുള്ള പ്രതിബിംബത്തിൽ നോക്കിയൊരു പൊട്ടങ്ങട് ഇട്ടു. അത് വീണത് എവിടെയാ? കണ്ണാടിയുടെ ഉള്ളിലോ നമ്മുടെ നെറ്റിയിലോ? അതുപോലെയാണ് ഈശ്വരനെ സ്തുതിക്കുന്ന സ്തുതികൾ മുഴുവനും സ്തുതിക്കുന്ന നിങ്ങളെയാണ് ധന്യമാക്കി അനുഗ്രഹിക്കുന്നത്. തച്ച ആത്മനെ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. ആ ബിംബത്തിൽ, കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിനെ അലങ്കരിക്കുക. അവിടെ നോക്കിയിട്ട് ഇത് എവിടെയാ വീണത്? കണ്ണാടിയുടെ ഉള്ളിലോ നമ്മുടെ ഫേസിലോ നമ്മുടെ മുഖത്തിലോ? അതുപോലെയാണ് ഈ പൗഡർ പൂശണതും ഈ ആരാധനയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ആരാധനയിൽ പരമാവധി ശ്രദ്ധ ചെലുത്തി ആ ആരാധന കൊണ്ട് ആരാധന നടത്തുമ്പോൾ തന്നെ നമുക്ക് തൃപ്തിയും സൗഭാഗ്യവും സന്തോഷവും സാഫല്യവും ഉൾദീപ്തിയും നിറവും ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കൂ. അത് ഉണ്ടാവണില്ലെങ്കിൽ നിങ്ങളുടെ ആരാധനയിലാണ് ഡിഫക്റ്റ്. നിങ്ങളുടെ മനസ്സതിൽ പൂർണ്ണമായിട്ടില്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കണം. ശരിയാണോ ഞാൻ പറയുന്നത്? ഇത് നിങ്ങൾ അറിയേണ്ടതുണ്ടോ ഇല്ലേ? സമാധാനായി അപ്പ. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ചാഗതമുദന്വതി മജ്ജതോ നൗഹു തപ്തസ്യ തത്പ്രതിവിധി യഹിഹാഞ്ജസേഷ്ടഃ താവദ്വിഭോ തനുഭൃതാം ത്വദുപേക്ഷിതാനാം. ആരെങ്കിലും ഈ ശ്ലോകം വായിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആവോ? പ്രഹ്ലാദന്റെ സ്തുതിയിൽപ്പെട്ടതാ. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. എന്താ ഈ വരിക്ക് അർത്ഥം എന്നറിയോ? പിറന്നു വീണ കുട്ടിക്ക് അച്ഛനമ്മമാരല്ല ശരണം എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ധാരണ എന്താ? ഞാൻ ഈ വരി ആദ്യമായിട്ട് വായിച്ചപ്പോൾ ആഴ്ചകളോളം എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് വേദവ്യാസ മഹർഷി എങ്ങനെയാണ് ഈ വരി എഴുതിയത് എന്ന്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. ഹേ നരഹരേ, പിറന്നു വീണ കുട്ടിക്ക് അച്ഛനമ്മമാരല്ല ശരണം. അല്ല. മലേഷ്യയിൽ എനിക്കൊരു എമർജൻസി ഓപ്പറേഷൻ ഉണ്ടായി. ആ ഓപ്പറേഷൻ ഉണ്ടായ സമയത്ത് എല്ലാവർക്കും കുറേ ആങ്സൈറ്റി ഉണ്ടാവും. മാജി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോവുക. അപ്പോൾ ഡോക്ടറെയൊക്കെ ചില പരിചയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരൊറ്റ ആൾ വിഷമിക്കരുത്. ഓപ്പറേഷന് വേണ്ടി നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോകണു. ഡോക്ടർമാരാണ് അതിൻ്റെ കസ്റ്റഡി. അവരത് വേണ്ടതുപോലെ നോക്കി ഓപ്പറേഷൻ കഴിച്ച് തിരിച്ചു തരേണ്ട ചുമതല അവർക്ക്. ഒറ്റ ആൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല വിഷമവും തോന്നുന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം ചൊല്ലിക്കോളൂ എന്ന്.
എല്ലാവർക്കും ഇമെയിലിൽ അയച്ചു കൊടുത്തു. ചെല്ലേണ്ടവരൊക്കെ ചെല്ലി. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. എനിക്കിത് പറഞ്ഞ് തുള്ളിച്ചാടാനാ തോന്നുന്നത്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ, ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. കുട്ടികൾക്ക് അച്ഛനമ്മമാരല്ല ശരണം. സമുദ്രത്തിലോ വെള്ളത്തിലോ മുങ്ങിപ്പോകുന്നവന് തോണിയല്ല ശരണം. രോഗിക്ക്, രോഗത്തിൽ കഷ്ടപ്പെടുന്നവന് നാർത്തസ്യ ജാഗതം. നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് പൂർണ്ണമായിട്ട് ശരണം. ആ മരുന്ന് ശരീരം ഏറ്റുമേടിച്ച് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിലോ ക്യൂർ ഉണ്ടാവോ? ഉണ്ടാവില്ല. ഉദൻവതി മജ്ജതോ നൗഹു തപ്തസ്യ തത്പ്രതിവിധി യഹിഹാഞ്ജസേഷ്ടഃ. ഇതൊക്കെ ലോകവ്യവസ്ഥ അനുസരിച്ച് നാം നിശ്ചയിച്ചിട്ടുള്ള ചില കാര്യങ്ങളും മാധ്യമങ്ങളും ഉപായങ്ങളുമാണ്. ഇതിൽ പ്രധാനമായിട്ട് കിടന്ന് കളിക്കുന്നത് എന്താ? താവത് വിഭോ തനുഭൃതാം ത്വദുപേക്ഷിതാനാം. ഭഗവാൻ ഉപേക്ഷിച്ചാൽ ഒരു രക്ഷയില്ല. അദ്ദേഹം കാത്താലോ എവിടെ ആയാലും നമ്മൾ രക്ഷിതരാണ്. സരക്ഷിത രക്ഷതിയോ ഹി ഗർഭേ പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി. നിങ്ങൾ പോകുന്ന വഴിക്ക് മോതിരം എങ്ങാനും വഴുതി അങ്ങോട്ട് വീണു, കയ്യിൽ നിന്ന് ഊരി അവിടെ വീണാൽ അത് ആ പൊടിയുടെ ഉള്ളിൽ അവിടെ തന്നെ കിടക്കും, ഒരാളും കാണില്ല. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം. നമ്മുടെ ഈശ്വരൻ രക്ഷിക്കുന്നുണ്ടെങ്കിൽ വഴിക്ക് വീണതായാലും ആരും കാണാതെ അവിടെ കിടക്കും. ഗൃഹത്തിൽ കെട്ടിപ്പൂട്ടി അലമാറയുടെ ഉള്ളിൽ വെച്ചായാലും സ്വന്തം മകൻ ചിലപ്പോൾ കട്ടുകൊണ്ടുപോകും. ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനേ. കാട്ടിലായി എന്നുണ്ടെങ്കിൽ ധ്രുവനെ രക്ഷിച്ചത് ആരാ? എന്താ അവരും മിണ്ടാതെ? 5 മാസം എടുത്തുല്ലോ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്താൻ. ആ 5 മാസക്കാലം ആ കുട്ടി അവിടെ എങ്ങനെയാ ജീവിച്ചത്? ആരുണ്ട് അതിൻ്റെ കൂടെ? അമ്മയുണ്ടോ? എങ്ങനെയാ? ആരാ രക്ഷിച്ചേ? ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനേ ഗൃഹേപി ഗുപ്തോസ്യ ഹതോ ന ജീവതി. വീട്ടിൽ സുരക്ഷിതമായി വെച്ചാലും ഈശ്വരഹതമാണെന്നുണ്ടെങ്കിൽ ഒരു സാധനവും ജീവിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് വികസിക്കട്ടെ ഭക്തജനങ്ങളെ. ഈശ്വരൻ്റെ മടിത്തട്ടിൽ അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ വിശ്രമം കൊള്ളൂ എല്ലാവരും. ഈ തിളഞ്ഞു മറിയുന്ന ലോകത്തിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് തിളക്കമോ മറിച്ചലോ ഉണ്ടാവരുത്. ഈശ്വരൻ അന്തരാത്മാ പരമാത്മാ അദ്ദേഹത്തിൻ്റെ ആലിംഗനത്തിലാണ് നാം എല്ലാവരും. ലവലേശം ഭയപ്പെടരുത്. ഭയമുള്ളപ്പോൾ ഈ നിർഭയമായിരിക്കുന്ന ഈ മന്ത്രം, ഈ വിശ്വാസം നിങ്ങളെ എപ്പോഴും രക്ഷിക്കട്ടെ. ആ താരാട്ടിൽ വേണം നമുക്ക് വളരാൻ. ഇതാണ് നമുക്ക് ആവശ്യം. സങ്കീർത്യമാനോ ഭഗവാൻ അനന്തഃ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിധുനോത്യശേഷം യഥാ തമോർക്കോ അഭ്രമിവാതിവാദഃ. ഇതിനുള്ള വഴി എന്താ സ്വാമിജി? ഞങ്ങൾക്കൊക്കെ ഭാഗവതം വായിക്കാൻ പറ്റുമോ? സ്വാമിജി പറയണതുമാതിരി പറയാനോ കേൾക്കാനോ ഞങ്ങൾക്ക് അവസരം കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ സംശയിക്കരുത്. ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണ്. ആ 12 സ്കന്ധവും കഴിഞ്ഞ പരിസമാപനത്തിൽ അത് പറഞ്ഞു കൊടുക്കുന്ന സൂതൻ പറയുന്ന വാക്കുകളാണ്. സങ്കീർത്യമാനോ ഭഗവാൻ അനന്തഃ. അനന്തഃ ഭഗവാൻ, അനന്തനായിരിക്കുന്ന ഭഗവാൻ. സങ്കീർത്യമാനോ, ഒന്ന് പറയൂ. സങ്കീർത്യമാനോ. എല്ലാവരും കൂടി കുലുങ്ങി പറയുന്നപ്പാ. സങ്കീർത്യമാനോ സങ്കീർത്യമാനോ സങ്കീർത്യമാനോ. ആ ഭഗവാനെ കീർത്തനം ചെയ്യുക. അതെല്ലാവർക്കും ആകാമല്ലോ. അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും അതിന് ചെലവ് ചെയ്യൂ. സങ്കീർത്യമാനോ ഭഗവാൻ അനന്തഃ. അനന്തനായിരിക്കുന്ന ഭഗവാൻ. അങ്ങനെ കീർത്തനം ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ശ്രുതാനുഭാവോ. ആരെങ്കിലും ഭാഗവതമോ മറ്റു കാര്യങ്ങളോ നടക്കുമ്പോൾ അവിടെ ചെന്ന് കേട്ടുകൊണ്ടെങ്കിലും ഇരിക്കുക. ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം. അങ്ങനെ സങ്കീർത്യനോ അല്ല, കേട്ടുകൊണ്ടിരിക്കുക ചെയ്താലും മനസ്സിൽ മനുഷ്യന്മാർക്കുള്ള വ്യസനം മുഴുവനും അദ്ദേഹം തുടച്ചു മാറ്റണു അത്രേ. എങ്ങനെ?
പ്രവിശ്യചിത്തം വിധുനോത്യശേഷം. പ്രവിശ്യചിത്തം, മനസ്സിൽ പ്രവേശിച്ച്, വിധുനോത്യശേഷം വ്യസനം ഹി പുംസാം, മനുഷ്യരുടെ എല്ലാവരുടെയും ദുഃഖ ദുരിതങ്ങളെ അകത്ത് നിങ്ങൾ പറയാതെ തന്നെ ബലാൽ സൂത്രത്തിൽ പ്രവേശിച്ച് അവിടെ ഇരുന്ന് തുടച്ചങ്ങട് മാറ്റണു. ഏതുപോലെ? യഥാതമോർക്കോ അഭ്രമിവാദിവാതഃ. ഇരുണ്ട മേഘങ്ങളുണ്ടല്ലോ, ആ മേഘങ്ങൾ മുഴുവൻ കാറ്റടിച്ച് നീങ്ങുന്നത് പോലെ, സൂര്യപ്രകാശം വരുമ്പോൾ ഇരുട്ട് മാറുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ എല്ലാ വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളെയും തുടച്ചു മാറ്റണു ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാനെ നാം കീർത്തനം ചെയ്യുമ്പോൾ. അത് വിട്ട് നിങ്ങൾ ജീവിതം കഴിക്കുകയാണെങ്കിലോ, മൃഷാഗിരസ്താഹ്യസധീരസത്കഥ. ഈ ഈശ്വരന്റെ മഹാത്മ്യമോ ഗാംഭീര്യമോ അദ്ദേഹത്തിൻ്റെ കാരുണ്യമോ ലീലാവിലാസങ്ങളോ എന്തെങ്കിലും പരാമർശിക്കാത്ത വാക്കുകളുണ്ടല്ലോ. ഈ നോവലും മറ്റതും കിറ്റതും ന്യൂസ് പേപ്പറുമായി കഴിഞ്ഞുകൂടുന്നത്. മൃഷാഗിരസ്ത, ബാക്കിയുള്ള വാക്കുകളൊക്കെ വ്യഥാവാണ്, വ്യർത്ഥമാണ്. ഹ്യസധീരസത്കഥ, ബാക്കി ഓരോ കൊലയും മേർഡറും ഈ മാതിരിയുള്ള കാര്യങ്ങൾ വായിച്ച് കഴിച്ചുകൂടുന്നുണ്ടല്ലോ. ന കഥ്യതേ യത് ഭഗവാൻ അധോക്ഷജഃ. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തവൻ, അവനവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ അധിവസിക്കുന്നവൻ. പുറമേ ഉള്ളതൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ്, ശരീരത്തിന്റെ ഉള്ളിലുള്ളത് മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളൂ, ആലോചിച്ചും മറ്റു പ്രകാരത്തിലും കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ. ആ വാക്കുകളൊക്കെ മൃഷാഗിരസ്താഹ്യസധീരസത്കഥ ന കഥ്യതേ യത് ഭഗവാൻ അധോക്ഷജഃ. അധോക്ഷജനായിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ച് വേണ്ടത്ര തത്വകഥനങ്ങളും പരാമർശനങ്ങളും ഇല്ലാത്ത വാക്കുകളുണ്ടല്ലോ, അതൊക്കെ പാഴ്മുളകൾ പോലെ പാഴ്വാക്കുകളാണ്. തദേവ സത്യം തദുഹൈവ മംഗളം, തദേവ സത്യം തദുഹൈവ മംഗളം, തദേവ പുണ്യം ഭഗവദ്ഗുണോദയം. അതാണ് വാസ്തവത്തിൽ സത്യം, അതാണ് മംഗളകരം, അതാണ് പുണ്യം. ഏത്? ഭഗവദ്ഗുണോദയം. ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റി പറഞ്ഞ് ആ ഗുണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്വയം ഉദയം ചെയ്യാൻ തുടങ്ങും. പ്രകൃത്യാ തന്നെ മനസ്സ് ചിന്തിച്ചു തുടങ്ങും. തദേവ രമ്യം രുചിരം നവം നവം, തദേവ ശശ്വൻ മനസോ മഹോത്സവം. കേൾക്കുന്നുണ്ടോപ്പാ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? അതോ പോകാൻ ധൃതിയായോ? തദേവ രമ്യം രുചിരം നവം നവം, അതാണ് രമ്യമായിട്ടുള്ളത്. ഹൃദ്യം, ആസ്വാദ്യം, മധുരമധുരം. രുചിരം നവം നവം, പുതിയ പുതിയ രസങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട്. തദേവ ശശ്വൻ മനസോ മഹോത്സവം. ഇത് ഞാൻ എത്ര തവണ പറയണപ്പാ? അത് മാത്രമേ മനസ്സിന് ശശ്വത്തായി സ്ഥിരമായിട്ടുള്ളത്, അഴിവില്ലാത്ത മഹോത്സവം ജനിപ്പിക്കാൻ ഈ നാമം മാത്രമേ ഉള്ളൂ. ഭഗവാനെ കുറിച്ചുള്ള ആലോചനകൾ, സ്മരണകൾ, നാമങ്ങൾ, കീർത്തനങ്ങൾ, സംവാദങ്ങൾ, അവതരണങ്ങൾ, ചർച്ചകൾ, തത്വകഥനങ്ങൾ, അതുമാത്രമേ നമ്മുടെ മനസ്സിൽ ശാശ്വതമായിരിക്കുന്ന മഹോത്സവം സൃഷ്ടിക്കുള്ളൂ. ദൃശ്യശ്രവ്യ കവലകൾ അവതരിപ്പിക്കുന്ന പൂരം മുതലായിട്ടുള്ള ആഘോഷങ്ങളുണ്ടല്ലോ, അത് ബാഹ്യമായിരിക്കുന്ന സ്ഥൂല വസ്തുക്കൾ ഒന്ന് കണ്ടിട്ട് പോവാം, തിരക്കിൽ പോവാൻ പേടിയാണ്. അത് ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഉണ്ടാവും. ഇത് ശശ്വൻ മനസോ മഹോത്സവം. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എവിടുന്ന് കാണും? നിങ്ങൾക്ക് ഇങ്ങനെ ലോകത്തിലുള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ എടുത്തോളൂ, ഇങ്ങനെയുള്ള വാക്കുകൾ കാണില്ല. തദേവ ശോകാർണവശോഷണം നൃണാം. മനുഷ്യർക്ക് ആർക്കായാലും ശരി, എത്ര കണ്ട് ശോകങ്ങളുണ്ടോ, ആ ശോകം സമുദ്രമായിക്കോട്ടെ, അതിനെ മുഴുവൻ വറ്റി വരളിക്കാൻ പറ്റിയതാണ്. എന്ത്? യദുത്തമ ശ്ലോകയശോനുഗീയതേ. ഉത്തമ ശ്ലോകനായിരിക്കുന്ന പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരി, അദ്ദേഹത്തിനെ കുറിച്ചുള്ള യശസ്സുണ്ടല്ലോ, കീർത്തി, പ്രസിദ്ധി, അദ്ദേഹത്തിന് ഈ ലോകത്തിൽ കിട്ടിയിട്ടുള്ള പ്രചാരണം, അത് അനുഗീയതേ. അതിനെക്കുറിച്ച് പാടുമ്പോൾ ആ പാട്ട് നമുക്ക് നൽകുന്നതായ മഹോത്സവം, അയ്യോ അഹോ അഹോ, അത്ര വിശേഷപ്പെട്ടതാണെന്ന്. തദേവ രമ്യം രുചിരം നവം നവം, തദേവ ശശ്വൻ മനസോ മഹോത്സവം, തദേവ ശോകാർണവശോഷണം നൃണാം യദുത്തമ ശ്ലോക
യശോനുഗീയതേ. മനുഷ്യൻ്റെ മനസ്സിൽ ശാശ്വതമായിരിക്കുന്ന മഹോത്സവം രചിക്കാൻ പറ്റിയതാണ് ഉത്തമ ശ്ലോകനെ കുറിച്ചുള്ള യശസ് ഗാനം ചെയ്യൽ. നിങ്ങൾക്ക് തോന്നുന്നതായ ഭക്തി, ആ ഭക്തി ജനിപ്പിക്കുന്ന സ്നേഹം, അവ രണ്ടും കൂടി നമുക്ക് പ്രദാനം ചെയ്യുന്ന പാരമ്യത, അത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലാണ് ഈ ഭക്തി അങ്കുരിക്കുന്നത്. അതിന് പണം വേണ്ട, പ്രതാപം വേണ്ട, പഠിപ്പ് വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, ഇത്ര വയസ്സ് വേണം എന്നുള്ളതില്ല. ലളിതം സരളമായിരിക്കുന്ന മനസ്സ് മാത്രം മതി. ആ സരള സുഭഗമായിരിക്കുന്ന മനസ്സിൽ നിന്ന് ഉദിക്കുന്നതാണ് ഈശ്വരനോട് തോന്നുന്ന സ്നേഹം, വിശ്വാസം, ഭക്തി എന്ന് പറയുന്നത്. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനം ഹരിഹി. ഈ ഒരു ശ്ലോകം ഓർമ്മ വയ്ക്കാൻ നോക്കൂ. നിത്യോത്സവോ ഭവേത്തേഷാം, അവർക്കെല്ലാവർക്കും നിത്യമായിരിക്കുന്ന ഉത്സവമാണത്രേ. നിത്യശ്രീ, നിത്യമായിരിക്കുന്ന ശ്രീ. നിത്യമംഗളം, നിത്യമംഗളം. ആർക്ക്? യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനം ഹരിഹി. എല്ലാ മംഗളത്തിനും നിദാനമായി ഇരിപ്പിടമായിരിക്കുന്ന ശ്രീഹരി ആരുടെ ഹൃദയത്തിലാണോ അധിവസിക്കുന്നത് അവർക്ക് നിത്യശ്രീ നിത്യമംഗളം. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനം ഹരിഹി. ഞാൻ ചൊല്ലിത്തന്നാ നിങ്ങൾ ചൊല്ലുമോ? എത്ര ആൾ ചൊല്ലും? കൈയൊന്ന് പൊന്തിക്കാൻ. വെരി ഗുഡ്. വൈകുണ്ഠായല്ലോ നമ്മുടെ സദസ്സ്. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനം ഹരിഹി. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീർനിത്യമംഗളം നിത്യശ്രീർനിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ യാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനം ഹരിഹി. മംഗളായതനം ഹരിഹി. ശ്രീഹരി നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിരന്തരം മംഗളം രചിച്ചുകൊണ്ട് അധിവസിക്കട്ടെ. ഞാൻ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കുന്നു, മനസ്സ ആലിംഗനം ചെയ്യുന്നു. ഭാഗവതത്തിലെ ഭക്തിസ്നേഹ പാരമ്യത എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് ഇത്രയും നേരം ശ്രീമദ് ഭാഗവതത്തിലുള്ള ശ്ലോകങ്ങളും പ്രത്യേകിച്ച് 3 ബാലന്മാർ. ശൃംഗിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ശൃംഗിയുടെ തെറ്റ് അച്ഛൻ ചൂണ്ടിക്കാണിച്ച് കൊടുത്ത ഭാഗമാണ്. അതുപോലെ വേണം മുതിർന്ന നിങ്ങൾ എല്ലാവരും പെരുമാറാനും കുട്ടികളോട് നിങ്ങൾക്കുള്ള സമീപനം ഉണ്ടാകാനും. ധ്രുവൻ നമുക്ക് കാണിച്ചു തരുന്നത് നേരിട്ട് തിരസ്കാരം അനുഭവിക്കേണ്ടി വന്നു, ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. അമ്മയ്ക്കതിൽ വിഷമമുണ്ടായിരുന്നു. എന്നാലും അമ്മ അതിന് പരിഹാരം നിർദ്ദേശിച്ച് മകനെ മഹാവിഷ്ണുവിൻ്റെ മടിത്തട്ടിലേക്ക് സുരക്ഷിതനാണ് അവൻ എന്ന് വിചാരിച്ച് പറഞ്ഞയച്ചു. ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒരു ഹൃദയമുണ്ട്, സുനീതിയുടെ ഹൃദയം. അത് മനസ്സിലാക്കി നിങ്ങളുടെ മക്കൾക്ക് സമയോചിതമായി ഉപദേശിക്കാൻ പഠിക്കൂ. ഇതാണ് നമുക്ക് ആവശ്യം. ശൃംഗിയെപ്പോലെയുള്ള തെറ്റ് നമുക്ക് വരരുത്. വന്നാൽ തന്നെ ശമീക മഹർഷിമാരാകണം നിങ്ങൾ പിതാക്കളെല്ലാവരും. അതും വിട്ട് ഒരു സ്റ്റെപ്പ് മേലെയാണ് പ്രഹ്ലാദൻ. തനിക്ക് ജന്മം നൽകി തന്നെ പെറ്റു വളർത്തി വരുന്ന അച്ഛൻ്റെ ഹസ്തങ്ങളിൽ തന്നെ 7 കൊല്ലം യാതനകൾ അനുഭവിക്കേണ്ടി വന്നു. അവസാനം കൊല്ലാൻ വരെ പുറപ്പെട്ട് പല മാർഗങ്ങളും പ്രയോഗിച്ചു. അതെല്ലാം സഹിച്ചുകൊണ്ട് കൂപ്പ് കയ്യോടുകൂടിയാണ് ആ കൊച്ചുകുട്ടി നേരിട്ടത്.
അതിനുള്ള ബലം നൽകിയത് ശ്രീഹരിയാണ്. വയസ്സ് 7 ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു ഭഗവാനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സംരക്ഷണ പടുത്വത്തെ പറ്റിയുമാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് അഹോരാത്രം അനവരതം ഉദ്ബോധിപ്പിച്ച് ഓതിത്തരുന്നത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കൂ. ജീവിതത്തിൽ ഒരൊറ്റ ആൾക്കും നിരാശ വരരുത്. നിരാശ പിടിപെടണ്ട. ഭയത്തിന് വിധേയമാകരുത്. നിങ്ങളുടെ ഭയത്തിനെ മുഴുവൻ നിർഭയമാക്കി തീർക്കൂ. ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ ഭഗവാന്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട്, തല ചാച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിത ഭാരത്തെ ലഘൂകരിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കണം. അതിനാണ് ഭക്തി എന്ന് പറയുന്ന വിശേഷപ്പെട്ട സമ്പത്ത് നമുക്ക് തരുന്നത്. ഇതാണ് ഏറ്റവും വിലപിടിച്ച നിധി. ഈ നിധി ലോപമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുലഭമായി ലഭിക്കട്ടെ, കൈവരട്ടെ. ഞാൻ എല്ലാവരെയും ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംഭിപ്രദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരിഹി ഓം, ഹരിഹി ഓം. എല്ലാവരും കൂടി കൂട്ടായി ജപിക്കൂ. സമാപനം ദാ ഓംകാരം. ഓ ഹരിഹി ഓം തസ്. ഭയപ്പെടാതെ ശാന്തിയോടും സമാധാനത്തോടും ആത്മാഹ്ലാദത്തോടും കൂടി എല്ലാവരും നിരന്തരം വാഴൂ. ഹരിഹി ഓം തസ്.